الصمد الجبار الحمد لله الأحد الغفار والصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد ذرأنا لجهنم كثير من الجن والإنس ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم عين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل صدق الله صدق الله مولانا الذي وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين حجبت النار بالشهوات وحجبت الجنة بالمكاره الحديث كما قال شفيعنا محمد المصطفى صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا غافر الناسين كلي غافرا جدلي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي عمدي العاشدني مسيدي صددي
عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറൊളിയേ റാഹത്തേകിയ താജൊളിയേ റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറൊളിയേ റാഹത്തേകിയ താജൊളിയേ മക്കാമണ്ണീലോദിച്ച കൈലാവുനിയേ മക്കൾക്കായി നീലാവ് സൂര്യവരെ മക്കാമണ്ണീലോദിച്ച കൈലാവുനിയേ മക്കൾക്കായി നീലാവ് സൂര്യവരെ സ്നേഹ സമ്മാനം നൽകിയോരേ സ്വർഗപന്താവ് കാട്ടിയോരേ റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറൊളിയേ റാഹത്തേകിയ താജൊളിയേ. ഏറ്റവും സ്നേഹബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, യുവാക്കളെ ഇതിലെ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധ റമദാൻ മാസത്തിൽ കിട്ടിയ ഇസ്ലാമിക ചൈതന്യത്തെ അതുപോലെ തന്നെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഴുക്കുചാലിന്റെ വൃത്തികേടുകളുടെ മലീമസമായ വഴിത്താരകളിലൂടെ സഞ്ചരിക്കുന്ന അബദ്ധങ്ങളിൽ നിന്നും സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹകുട്ടികളെ പോലെ ആദർശം വാരിപ്പുണരുന്ന അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിക്കുന്ന അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യശാലികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുവതയെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരിക, മാനസിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, വിഷമങ്ങളെ അല്ലാഹു മാറ്റിത്തരുകയും സ്വസ്ഥതയും സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം നയിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. യുവാക്കളെ ഇതിലെ എന്ന വിഷയത്തിലേക്ക് മാനസികമായ എല്ലാ സമ്മർദ്ദങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് മണനാക്കിലെ എന്റെ പ്രിയപ്പെട്ട പെരുങ്കുളത്തുള്ള വളരെ നാളുകൾ കൊണ്ട് ഒരു പ്രഭാഷണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെ സാധുക്കളും നിരാലംബരുമായ പാവപ്പെട്ടവർക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്നും ഉണ്ടാകുമെന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്ത സുന്നത്ത് ജമാഅത്ത് ഒഴിവാകാതെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആദർശത്തെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കീഴിൽ നിയത്ത് ചെയ്തുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ പരിശ്രമഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിയെ പൂർണ്ണമായും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗത്ത് ചരിത്രം വിജയത്തിന്റെ ഭാഗത്തേക്ക് പോയാലും പരാജയത്തിന്റെ ഭാഗത്തേക്ക് പോയാലും അത് രണ്ടിന്റെയും പിന്നിൽ പ്രവർത്തിച്ച നൂറുകണക്കിന് യുവാക്കളെ അല്ലെങ്കിൽ യുവത്വത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ആധുനിക കാലഘട്ടം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഏറ്റവും ചൂടേറിയ ചർച്ചയാണ് സോളാർ എന്ന് പറയുന്നത്. ആ സോളാറിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും
ആ സോളാറിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുത്തി തിരുവനന്തപുരത്ത് തടിച്ചുകൂടിയവരുമൊക്കെ അവരുടെ കണക്ക് പരിശോധിച്ചു നോക്കിയാൽ 80% രക്തം തിളപ്പുള്ള ചെറുപ്പക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിന്റെ നാനാഭാഗത്ത് എവിടെയും യുവാക്കളുണ്ട്, സമരവീതിയിൽ യുവാക്കളുണ്ട്, മുദ്രാവാക്യം വിളിക്കാൻ യുവാക്കളുണ്ട്, പോരാട്ടങ്ങൾക്ക് യുവാക്കളുണ്ട്, അക്രമങ്ങൾക്ക് യുവാക്കളുണ്ട്, നന്മകൾക്ക് യുവാക്കളുണ്ട്. കലാപകലുഷിതമായ അന്തരീക്ഷങ്ങൾ ലോകം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ മുന്നിൽ നെഞ്ചുപിരിച്ചു കൊണ്ടു നിൽക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളുടെ അവസ്ഥകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങലിന്റെ പരിസരം, വടനാട്ടിന്റെ പരിസരം, പെരുങ്കുളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നൂറുകണക്കിന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. ഹൈന്ദവ, ക്രൈസ്തവ, നിരീശ്വര, മുസ്ലിം ചെറുപ്പക്കാരടങ്ങുന്ന ധാരാളം യുവ സുഹൃത്തുക്കൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്ത സമയത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും നല്ല ദീനീ പ്രോഗ്രാമാണ് ഇപ്പോൾ ഈ പെരുങ്കുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ മനസ്സിൽ നിന്നും ഒരൽപ്പമൊന്ന് മാറി ചിന്തിക്കാൻ ഒരു വിഭാഗം ചെറുപ്പക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ്. എല്ലാ പ്രാവശ്യവും നബിദിനത്തിന്റെ പേരിൽ, പെരുന്നാളിന്റെ പേരിൽ, റമദാനിന്റെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ ഗാനമേള നടത്തി, പണപ്പിരിവ് നടത്തി, അതിന്റെ പേരിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നു എന്ന് വീമ്പളക്കുന്ന പൈശാചികമായ പാതയേറ്റുപോര ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ തെറ്റാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയുമാണ് വലുത്. അവൻ തന്ന ആരോഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടും. അവൻ തന്ന യുവത്വം അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന പൂർണ്ണ ബോധമുള്ളത് കൊണ്ട് ആ ബോധത്തിന്റെ പിന്നിൽ ഒരുമിച്ചിരുന്ന വട്ടം കൂടിയിരുന്ന് തീരുമാനിച്ചുകൊണ്ട് ഇത്രത്തോളം ഒരു നന്മയുടെ നാമ്പിന് തിരിതെളിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നെടുമങ്ങാട് ചോരയുടെ മണം പോറും മാറാത്ത പ്രിയപ്പെട്ട കുഞ്ഞിനെ ജീവനോടുകൂടി മാതാപിതാക്കളുടെ ഒത്താശയോടുകൂടി കുളിച്ചുകൂടിയ കഥ പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ വായിച്ചറിഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട മാതാവിനെ ഭീമാപ്പള്ളിയുടെ പടിവാതിൽ കൊണ്ടുവന്ന് കളന്നിട്ട് പോര മുസ്ലിം ചെറുപ്പക്കാരനും ഈ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ പരിസരത്തിന്റെ അല്ലെങ്കിൽ ഈ ജില്ലയുടെ ശാപമായി നിലകൊള്ളുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാര് ചിന്തിക്കുന്നുണ്ടാകും, ഉസ്താദേ ഒരുപാട് പ്രഭാഷണം കേട്ടവരാ ഞങ്ങൾ, ഒരുപാട് നസീഹത്തുകൾ കേട്ടവരാ ഞങ്ങൾ, അലമാരയുടെ അകത്തളത്ത് മുഴുവൻ ഒരുപാട് പ്രഭാഷണ സീഡുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാ. പരിശുദ്ധ റമദാൻ വരുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇനി ഒരിക്കലും കള്ളു കൊടുക്കൂല, പെണ്ണു പിടിക്കൂല, വ്യഭിചരിക്കൂല, ഹറാമ് ചെയ്യൂല, പലിശ ഇടപാട് നടത്തൂല, വഞ്ചിക്കൂല, പറ്റിക്കൂല, തട്ടിക്കൂല, ചതിക്കൂല, കളവുകൾ നടത്തൂല, കളവ് പറയൂലെന്ന് പ്രതിജ്ഞയെടുത്തിട്ട് ബലിപെരുന്നാളിന്റെ സുന്ദരമായ മുഹൂർത്തങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഹറാമിലേക്ക് അറിയാതെ കാലത്ത് പോകുന്ന പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അവസാനം നീ തീരുമാനിക്കുന്നു, ഇല്ല ഉസ്താദേ ഞാൻ ഒരിക്കലും നന്നാവില്ല. യുവാക്കൾക്ക് വേണ്ടി എത്രത്തോളം ആവേശത്തോട് നിങ്ങൾ പ്രഭാഷണം നടത്തിയാലും ഹിദായത്തിന്റെ വഴിയിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. 27-ാം രാവിന്റെ രാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരം വിട്ട് അവസാന പെരുന്നാൾ കഴിഞ്ഞപ്പോ ഈമാനികമായ ചൈതന്യം നഷ്ടപ്പെട്ടു പോയല്ലോ പ്രിയപ്പെട്ട ഉസ്താദേ. 29-ാം രാവിൽ ഇന്ന് പരിശുദ്ധ റമദാനിന്റെ രാത്രിയിലെ അവസാനത്തെ രാത്രിയായിരിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് മുസല്ലയിലേക്ക് സുജൂദ് ചെയ്ത് കണ്ണീര് കൊണ്ട് മുസല്ല കഴുകിപ്പോയ എത്രയോ മുസ്ലിം ചെറുപ്പക്കാര് പെരുന്നാളിന്റെ അന്ന് ടൂർ പോയപ്പോ കൂട്ടുകാരൻ എടുത്തു കൊടുത്ത് നിറം മങ്ങാത്ത കണ്ണുകുപ്പി കണ്ടിട്ട് ആദർശത്തെ പടയപ്പെടുത്തി പോയെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും രക്ഷപ്പെടൂല, നന്നാകൂല എന്ന് തീരുമാനിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഇസ്ലാമിക ചരിത്രം നിങ്ങൾ പരിശോധിച്ചു പോയാൽ മരുഭൂമിയുടെ മുകൾ പരപ്പിൽ കിടക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയെ ഒരാളുടെയും അനുവാദം ചോദിക്കാതെ ക്രൂരമായി മാനഭംഗപ്പെടുത്തിയിരുന്ന ആ കാലഘട്ടത്തിലെ മൃഗങ്ങൾ പോലും നാണിച്ച് തലതാഴ്ത്തിയിരുന്ന ജീവിതം നയിച്ച ആൾ ആരെന്നറിയുമോ? ആരാ പ്രിയപ്പെട്ടവരെ? കള്ളുകുടിക്കാതെ ഉറങ്ങൂല്ല, കള്ളുകുടിക്കാതെ ഉണരൂല്ല, കള്ളുകുടിക്കാതെ സംസാരിക്കൂല, കള്ളുകുടിക്കാതെ ജീവിക്കൂല. ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്നതിന് മുമ്പ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? പെരുങ്കുളത്തെ സഹോദരിമാർക്കറിയോ?
നൂറുകണക്കാരെ കുഞ്ഞു പെൺമക്കളെ ജീവനോടുകൂടി ഉമർ റളിയല്ലാഹു തആല തന്റെ കൈകൊണ്ട് കുഴിച്ചു കൂടിയിട്ടുണ്ട്. കാട്ടറബികൾ പിറന്നു വീഴുന്നത് പെൺകുട്ടിയാണെന്നറിയുമ്പോ മരുഭൂമിയിൽ മണ്ണുവാതിയിട്ട് കുടിച്ചു മൂടിക്കൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു പിതാവിന് എന്റെ പൊന്നുമോളെ കുറിച്ചിടാൻ കഴിയുന്നില്ല, എന്റെ മനസ്സ് വല്ലാതെ വിരുന്നു പോകുന്നു എന്ന് ഏതെങ്കിലും ഒരു പിതാവ് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, കൊണ്ടുവാ. ഏത് വാപ്പാകാണ് മക്കളെ കുറിച്ചിടാ മടി വരുന്നത്? എന്റെ മുമ്പിൽ കൊണ്ടുവാ. ഈ മണ്ണിന്റെ പുറത്ത് പെൺകുട്ടികളെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മണ്ണിന്റെ ഉള്ളറയിൽ ചോരയുടെ മണം മാറാത്ത പൊട്ടിക്കരയാറുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്ത പെൺകുട്ടികളെ കുടിച്ചുകൂടിയ ചരിത്രത്തിന്റെ ഉടമയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ഇന്നെവിടെയാണ് ബഹുമാനപ്പെട്ടവർ കിടക്കുന്നത്? പെരുങ്കുളത്തുള്ള കള്ളുകുടിയും പോലും അറിയാറ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന പേര് കേൾക്കുമ്പോ എന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ ചിലപ്പോ മനസ്സ് വരുന്നില്ലായിരിക്കാം. പെരുങ്കുളത്തിന്റെ പരിസരത്തുള്ള പറവകൾക്ക് സന്തോഷമാണ്. ആ മഹാനുഭാവന്റെ പേര് പറയുമ്പോ ഈ അന്തരീക്ഷത്തിന് സന്തോഷമാ, ഈ പരിസരത്തിന്റെ സന്തോഷമാ, ഈ മജ്‌ലിസിന്റെ ഇജാബത്തിന് പോലും കാരണമാ. അത്രത്തോളം വലിയ പദവിയിലേക്ക് എത്തിയതുകൊണ്ടാ അല്ലാഹു കൊടുത്ത യുവത്വത്തെ, അല്ലാഹു കൊടുത്ത ആരോഗ്യത്തെ ഹറാമിന് വേണ്ടി ചെലവഴിച്ചപ്പോ അല്ലാഹു പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ചു കൊടുത്ത തന്റെ പവറുള്ള സമയം ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചപ്പോ അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുമ്പിൽ വന്ന് മുസ്ലിമായി മടങ്ങിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ എന്ത് മുസ്ലിം ചെറുപ്പക്കാരാ, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലാന്ന് സ്വയം തീരുമാനിക്കല്ല പോര്. ഉസ്താദെ എന്നെ കൊണ്ട് കഴിയില്ല, പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കാൻ പോകാൻ എന്നെ കൊണ്ട് കഴിയൂല, തുപ്പയിട്ടുകൊണ്ട് വാദന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്നത് നാണക്കേടല്ലേ, എന്നെ കൊണ്ട് കഴിയൂല, തസ്ബീഹ് മാല കയ്യിൽ വെച്ചുകൊണ്ട് ദിവസം 100 സ്വലാത്ത് ഇല്ലാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയൂല. അല്ലാഹുവിന്റെ പള്ളിയിൽ പോലും ഉസ്താദുമാരുടെ പ്രസംഗം കേട്ടുകൊണ്ട് ഹിദായത്തിന്റെ വഴി തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയൂല. അങ്ങനെ തീരുമാനിച്ചു പോയാൽ കാട്ടുപുറാക്കൽ പള്ളിയുടെ, ആലങ്കോട് പള്ളിയുടെ, കല്ലമ്പലം പള്ളിയുടെ കബർസ്ഥാനിലേക്ക് ശക്തിപോയ നായെ കൊണ്ടുവന്ന് കബറടക്കുന്ന പോലെ അടക്കയിട്ട് പോയാ മതിയോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അങ്ങനെ മതിയെങ്കിലും സരസിൽ നിനക്ക് സ്ഥാനമില്ല. കണ്ണുപിടിച്ചോ, പെണ്ണ് പിടിച്ചോ, ഗാനമേള നടത്തിക്കോ, ആടിക്കോ, പാടിക്കോ, ആദക്കലാസം നടത്തിക്കോ, അഴിഞ്ഞാട്ടം നടത്തിക്കോ, ഹറാമ് ചെയ്തോ. പക്ഷെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ പാവപ്പെട്ട നൗഷാദ് വാക്കവിക്ക് 2 മണിക്കൂർ പെരുങ്കുളത്ത് അനുവദിച്ചു തന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ലടാ എന്നോട് അല്ലാഹു ചോദിക്കോല ചെറുപ്പക്കാരാ. പക്ഷെ എന്റെ മുമ്പിൽ ആവേശത്തോട് ഓടി വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു ആരോഗ്യം തന്നില്ലേ, അല്ലാഹു ആഫിയത്ത് തന്നില്ലേ, അല്ലാഹു കഴിവ് തന്നില്ലേ? ഇവിടുന്ന് 50 രൂപ മുടക്കിയിട്ട് തിരുവനന്തപുരം RCCയിലേക്ക് എന്റെ ചെറുപ്പക്കാർക്കൊന്നതെല്ലാം പറ്റൂ. കയ്യും നനക്കാൻ കഴിയാറ്, കാലൊന്ന് ചലിപ്പിക്കാൻ കഴിയാറ്, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയാറ്. 7 ദിവസമായി എന്റെ പൊന്നുപോൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല. 20 വയസ്സാണ്, 25 വയസ്സാണ്, 30 വയസ്സാണ്. ക്യാൻസർ ബാധിച്ച് മുടിയെല്ലാം കൊഴിഞ്ഞു പോലും വിളറി വെളുത്തുകൊണ്ട് കോടികളുടെ മരുന്നും മന്ത്രവുമായി കഴിഞ്ഞു പോലുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാര് എന്റെ സഹോദരങ്ങള് RCCയിലും അതുപോലെ ക്യാൻസർ രോഗ ആലയങ്ങളിലൊക്കെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അല്ലാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു ആഫിയത്ത് തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തന്നിടം തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു കഴിവ് തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു പണം തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു പവർ തന്ന ചെറുപ്പക്കാരാ. കണ്ണിൽ കണ്ട സിനിമ നടന്നാൽ 1 മിനിറ്റ് അഭിനയിച്ച് 1 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുമ്പോ അവന്റെ ബോർഡടിച്ച് വെച്ചുകൊണ്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ആട്ടക്കളി നടത്തുന്ന ചെറുപ്പക്കാരാ, റമളാൻ മാസത്തിൽ പൊട്ടിക്കരണ്ടുകൊണ്ട് പള്ളിക്കകത്ത് നിന്ന് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയ ഇസ്ലാമികമായ ചൈതന്യത്തെ പിശാചിന്റെ കോട്ടവത്തലങ്ങൾക്ക് കൊണ്ടുപോലെ പറയപ്പെടുത്തിപ്പോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ കഠിനകഠോരമായ അദാബ് മറന്നു പോവല്ല പോലെ. എത്രയോ പെട്ടെന്നാണ് റമളാൻ കഴിഞ്ഞു പോയത്. 29 രാവും പകലും എങ്ങനാ പോയെന്ന് നിങ്ങൾക്കറിയോ സഹോദരാ? അല്ലാഹു പടച്ച തമ്പുരാൻ ആ റമളാനിന്റെ പൂർണ്ണമായ പൊരുത്തം നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. എല്ലാ വർഷത്തെയും പോലെ അങ്ങ് കടന്നുപോട്ടെ. എല്ലാ വർഷത്തെയും പോലെ പെരുന്നാൾ കഴിയുമ്പോൾ മുസല്ലേം മടക്കി കട്ടിലിന്റെ അടിയിൽ വെച്ച് ഫുള്ള് ലീവാണല്ലോ പിശാചിന്റെ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി റമളാൻ മാസം ഫുള്ള് ലീവാണ്. അപ്പൊ നിങ്ങൾ പറയാം റമളാനിലും നടക്കുന്നുണ്ടല്ലോ ഉസ്താദെ അനർത്ഥങ്ങളൊക്കെ. പുള്ളിക്കാരൻ ലീവാണെങ്കിൽ പിന്നെ
അതെങ്ങനെ നടക്കും? ഇപ്പൊ ഞാനൊരു പള്ളിയുടെ മെയിൻ ഇമാമാണ്. 3 ആഴ്ച എനിക്ക് പള്ളിയിൽ ഖുത്ബ ഓതാൻ വരാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ഇല്ല, ഞാൻ ലീവ് എടുക്കുകയാണ്. സെക്രട്ടറിയെ പറഞ്ഞ് ലീവ് എടുക്കുമ്പോൾ അതിന് പറ്റിയ ഒരാളിനെ കണ്ടെത്തിയിട്ട് ലീവ് എടുക്കുള്ളൂ. അതിന് പറ്റിയ ഒരാളിനെ ഏൽപ്പിക്കും. അപ്പൊ അസിസ്റ്റന്റ് ഉസ്താദ് ആണെങ്കിൽ പറയും, ഉസ്താദ് നോക്കിക്കൊള്ളു, ഞാൻ ഒരു 3 ആഴ്ച ഉണ്ടാവൂല, ഞാൻ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും. ഇതുപോലെ ഇബ്ലീസ് കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് മൂപ്പര് ചങ്ങലയിൽ കയറി. റമളാൻ മാസം, പരിശുദ്ധ റമളാൻ മാസം ആവുമ്പോ ചങ്ങലക്കിടും പിശാചിനെ. അറിയാതെ കേബിളിന്റെ കണക്ഷൻ നിങ്ങൾ ഊരൂലേ? എന്തുകൊണ്ടാ? പിശാചിനെ ചങ്ങലക്കിട്ടത് കൊണ്ടാ. കറക്റ്റ് പെരുന്നാളിന്റെ പിറക്കി മുമ്പെടുത്ത് തിരിച്ചു കൊടുത്തു. എന്തുകൊണ്ടാ? ചങ്ങല അഴിച്ചു വിട്ടത് കൊണ്ട്. എങ്കിലും ഈ പരിശുദ്ധ റമളാൻ മാസത്തിന്റെ പകൽ സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ എന്തുകൊണ്ട് അനർത്ഥങ്ങൾ ചെയ്യാൻ നമുക്ക് തോന്നുന്നു എന്ന് ചോദിച്ചാൽ, ഇബ്ലീസ് കുറച്ച് ആൾക്കാരെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കും. അവരുടെ പേര് സാക്ഷാൽ ഇബ്ലീസ് എന്നല്ല. അവര് പള്ളി നിസ്കരിക്കാൻ വരും, കഞ്ഞി കുടിക്കാൻ വരും. ഇബ്ലീസ് പറയും, കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും 17-ാം രാവിലെ അടി ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ ഏൽപ്പിച്ചിരിക്കണം. ഏത് പള്ളിയിൽ വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഏത് സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഇബ്ലീസിന്റെ അണികളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ സദസ്സിനും ഉണ്ടാകും, എല്ലാ മജ്‌ലിസിനും ഉണ്ടാകും. അവന്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന ചില പൈശാചിക ബാധ ഏറ്റുപോയി അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാര്യം. അല്ലെ, നിങ്ങൾ പറയില്ലേ, അയാൾക്ക് മിണ്ടാതിരുന്നാ പോരായിരുന്നു, കഞ്ഞി ഒഴിച്ചു കൊടുത്തോണ്ടിരുന്ന സമയത്ത് അയാള് ഇന്നിത്തി മഞ്ഞ കൂടുതലാണല്ലോ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതിലെ പാചകം ചെയ്താണ് ദേഷ്യം വന്നത്. ഈ ആളെ കൊണ്ട് പറയിപ്പിച്ചത് ഇബ്ലീസാണ്. പക്ഷേ ഇബ്ലീസ് റമളാൻ മാസം ലീവായതുകൊണ്ട് പുള്ളിയെ തന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുക. റമളാൻ മാസത്തിന്റെ ഫുള്ള് റെസ്റ്റ് കഴിഞ്ഞ് പെരുന്നാളിന്റെ പുറമാനത്ത് ഒതുക്കുമ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തന്റെ കോട്ടെടുത്തിട്ട് കൊണ്ട് പ്രവർത്തനത്തിന് വേണ്ടി തിരിച്ച് പെരുങ്കുളത്ത് വരികയാണ്. മണനാക്കിൽ വരികയാ, ആറ്റിങ്ങലിൽ വരികയാ, ചിറയൻകീഴ് വരികയാ. വരുമ്പോൾ ഇബ്ലീസ് ഞെട്ടിപ്പോയി. അല്ലാഹുവേ, അതാ കള്ളം കൊടുത്തോണ്ടാണ് അവനൊക്കെ തൊപ്പിയൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് നടക്കണം. പെരുന്നാളിനൊക്കെ പോയി വെള്ളയൊക്കെ കൊടുത്ത് വാപ്പാരെ കബറിലൊക്കെ പോയി ദുആ ചെയ്യണം. അവന്റെ വാപ്പാടെ കബർ ഏതെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ് അവന്റെ തലയിലങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് അവനിട്ട് വാപ്പാടെ കബർ പോയി ദുആ ചെയ്തു. ഇബ്ലീസിന് വലിയ അത്ഭുതം തോന്നും. ഇപ്രാവശ്യം അവൻ ടൂറിന് പോകുന്നില്ല. ഇപ്രാവശ്യം പെരുന്നാളിന് കൂട്ടുകാരോടൊപ്പം അവൻ കള്ളുപിടിക്കുന്നില്ല, അനർത്ഥങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇബ്ലീസിന് സങ്കടം തോന്നുമ്പോൾ അവൻ നിന്റെ മനസ്സിലേക്ക് പറന്നു വരും. ചെറുപ്പക്കാരാ, അവൻ നിന്റെ മനസ്സിലേക്ക് പറന്നു വരും. നിന്റെ കൂട്ടുകാരൻ വരികയാണ്. പെരുങ്കുളത്തുള്ള മണനാക്കിലുള്ള പ്രദീപും സുരേഷും സന്ദീപും ഒക്കെ വരികയാ. അവര് വന്നിട്ട് പറയുന്നു, എടാ ശുക്കൂറേടാ, സന്നാറേടാ, മുനീറേടാ, സുധീറേ, നീ എന്തേ നമ്മൾ ഓണമാകുമ്പോ ഞങ്ങൾ നിനക്ക് പാർട്ടി നടത്തുന്നില്ലേ? ക്രിസ്മസ് വരുമ്പോ ഞങ്ങൾ നിനക്ക് പാർട്ടി നടത്തുന്നില്ലേ? എന്തുകൊണ്ടാണ് നിന്റെ ഒരു പെരുന്നാൾ വന്നിട്ട് നീ ഞങ്ങൾക്ക് പാർട്ടി നടത്താത്തത്? അവൻ പറയുന്നു, എടാ അത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടൊന്നും അല്ലടാ സുരേഷേ. പിന്നെ ഉസ്താദ് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ശക്തമായ തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്ത റമളാന് മുമ്പ് ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ആരുമില്ലടാ സുരേഷേ, നീ ഒന്ന് റീത്ത് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തിയിരിക്കുകയാണ്. പഴയ പരിപാടിയൊന്നുമില്ല. 27-ാം രാവിലൊക്കെ കരഞ്ഞു ദുആ ചെയ്ത് ഭയങ്കര തീരുമാനം. അപ്പൊ യവൻ പറയടാ, നീ കൂടെ വന്ന് കുടിക്കണമെന്നൊന്നുമില്ല, നീ പൈസ തന്നാ മതി, അതൊരു സന്തോഷമല്ലേടാ. അങ്ങനെയാണെങ്കിൽ ശരി, 1000 രൂപ അവന്റെ വകയായിട്ട്. ഇബ്ലീസ് പറയടാ, സാഹോദര്യം എന്ന് പറഞ്ഞ ഇസ്ലാമിൽ വളരെ അത്യാവശ്യം. അപ്പോഴേ അവൻ 1000 രൂപ എടുത്തു കൊടുക്കും. സാഹോദര്യം എന്ന് പറയുന്നത് മണനാക്കാലങ്കോടിന്റെ പരിസരത്ത്, ആറ്റിങ്ങലിന്റെ പരിസരത്തുള്ള പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ മഹാഭാരതത്തിലൂടെ ബൈബിളിലൂടെ എത്ര വലിയ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കര പറഞ്ഞാലും മുസ്ലിം ചെറുപ്പക്കാര് മറ്റു മതങ്ങളെ സ്നേഹിക്കുന്ന പോലെ മുസ്ലിം മതത്തെ സ്നേഹിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് 101 ശതമാനം എഴുതി ഒപ്പിട്ട് പറഞ്ഞു തരാൻ ഞാൻ മനസ്സ് വെക്കുകയാണ്. കാരണം എന്തെന്നറിയാം, അത്രത്തോളം വലിയ സ്നേഹമാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ശബരിമലയിൽ പോകുന്ന വാഹനത്തിന്റെ ടയർ കുത്തി കീറാൻ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട്, മറ്റു മതസ്ഥരോട് സ്നേഹിക്കാനും അയൽവാസികളെ ഹൈന്ദവരാണെങ്കിൽ ആദരിക്കാനും പഠിപ്പിച്ച മതം വിശുദ്ധ ഇസ്ലാമാണ്. ആ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കള്ളുകുടിക്കാൻ കാശ് കൊടുത്തിട്ടല്ല ആഘോഷത്തിൽ അവരെ പങ്കുചേർക്കേണ്ടത്. പക്ഷേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി നമ്മുടെ മനസ്സിലേക്ക് വന്നു ചേരും. ആ സമയത്ത് നമുക്ക് സർവ്വതും നഷ്ടപ്പെട്ടു പോവുകയാണ്.
നമ്മുടെ പിടിവിട്ടു പോകുകയാ. തൊപ്പിയിട്ടവൻ അറിയാതെ തൊപ്പിയൂറുകയാണ്, ദാടി വെച്ചവൻ അറിയാതെ ദാടി പഠിക്കുകയാണ്, നിസ്കാരം തുടങ്ങിയവൻ അറിയാതെ നിസ്കാരം നിർത്തുകയാണ്. സർവ്വതെമ്മാട് തരത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയവർ അറിയാതെ ഹറാമിയത്തിലേക്ക് പോകുകയാ. സുബ്ഹാനല്ലാഹ്. ആ റമദാൻ മാസം എത്ര പെട്ടെന്നാ വിട പറഞ്ഞു പോയത്. വല്ലതും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പെരുങ്കുളത്തുകാരെ? തറാവി എത്ര പെട്ടെന്നാ തീർന്നത്, തഹജ്ജുദ് എത്ര പെട്ടെന്നാ തീർന്നത്, തസ്ബീഹ് എത്ര പെട്ടെന്നാ തീർന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിൽ നമ്മുടെ കൈവെള്ളയിലൂടെ എടുത്തു നിവർത്തി വെച്ചിട്ട് വെട്ടിക്കരഞ്ഞുകൊണ്ട് പാരായണം ചെയ്ത ദിവസങ്ങൾ എത്രയാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. അല്ലാഹുവിന്റെ ഭാഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരൽപ്പം പോലും വ്യതിചലിക്കാതെ ജീവിക്കാനുള്ള പവർ അല്ലാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരാ തീരുമാനിക്കുക, 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ സമ്മാനിക്കുന്ന ഈ വിഷയം കേട്ടുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ഇത് അംഗീകരിക്കാൻ നിങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞാൽ ഉറപ്പോടുകൂടി ഞാൻ പറയുകയാണ്, ഈ മരിക്കുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാര്, റഹ്മത്തിന്റെ മാലാഖമാര് പെരുങ്കുളത്തുള്ള നിന്റെ വീട്ടിന്റെ അകത്തിറങ്ങി വരും. ചെറുപ്പക്കാരാ, ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരാ ഒന്ന് തീരുമാനിക്കുക, രക്ഷപ്പെടണ്ടേ. എത്ര വലിയ അഴുക്കുകാൽ കിടന്നവനാകട്ടെ, എത്ര വലിയ മോശത്തരങ്ങൾ ചെയ്തവരാകട്ടെ, എത്ര വലിയ വൃത്തികേടുകൾ ചെയ്തവരാകട്ടെ, അവർക്ക് അല്ലാഹു പടച്ചതമ്പുരാൻ വിരാഗത്തിന്റെ വഴി വെച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോ അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹറാമിയത്തിലേക്ക് വീണ്ടും തിരിച്ചു പോവല്ല ചെറുപ്പക്കാരാ. ആരായിരുന്നു ചെറുപ്പക്കാരാ? വഹശി എന്ന് പറയുന്നയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഹംസാ റളിയല്ലാഹു തആല അൻഹുവിനെ ഉഹുദിന്റെ രണാങ്കണത്തിൽ വിട്ട് വെട്ടിയെറിഞ്ഞു പോയയാളാ. ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ കൈ വെട്ടിയെടുത്ത, ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ കാല് വെട്ടിയെടുത്ത, ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ തല വെട്ടിയെടുത്ത, ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചു കുത്തിക്കീറിയിട്ട് കരൾ പുറത്തെടുത്തിട്ട് എന്തെന്ന് പറയുന്ന പെണ്ണിന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ശവചരച്ച് പൊട്ടിക്കളയാൻ ഒത്താശ ചെയ്തു കൊടുത്ത വഹശി എന്ന് പറയുന്ന മനുഷ്യൻ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് വന്ന് ഇസ്ലാമരം സ്വീകരിച്ചില്ലേ ചെറുപ്പക്കാരാ? ഉന്നതമായ സ്ഥാനത്തിലേക്ക് വഹശി എത്തിയില്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് കള്ളു കുടിച്ചു പോയി അല്ലാ, പലിശ വാങ്ങിപ്പോയി അല്ലാ, വ്യഭിചരിച്ചു പോയി അല്ലാ, നിന്നിലേക്ക് എടുക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് പിന്തിരിയാറ് അല്ലാഹുവിന്റെ മുമ്പ് വന്ന് പൊട്ടിക്കരയണം ചെറുപ്പക്കാരാ. നാളിതുവരെ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായി അല്ലാഹു നിനക്ക് തന്ന യുവത്വം എങ്ങനെ ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോ അഭിമാനത്തോട് നിന്റെ വീടിനു വേണ്ടി പ്രവർത്തിക്കാൻ, പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, അനാഥ മക്കളെ തലോടാൻ, നാട്ടിലുള്ള ദീനീപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ അല്ലാഹു എഴുതി തന്ന ചെറുപ്പക്കാലത്തെ ചെലവഴിച്ചു എന്ന അഭിമാനത്തോടെ പറയാ. എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് സാധിക്കണം കേട്ടോ. കണ്ണുകെട്ടി കാണുമ്പോ, പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോ, സിനിമയുടെ മോഡൽ മാറുമ്പോ എല്ലാം മറന്നതിന്റെ പിന്നാലെ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ചെറുപ്പക്കാരെ ചിന്തിക്കുക. ഇന്ന് മരണപ്പെട്ടോ പൊന്നുപോലെ നാളെ ഈ സമയത്ത് നീ കിടക്കുന്നതിന്റെ പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. വള്ളക്കടവ് പള്ളിയിൽ 29-ാം രാവിന്റെ ഏത്തിക്കാതിരിക്കുന്നു. അവസാന 10 ദിവസവും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഏത്തിക്കാതിരിക്കാനുമുണ്ട്. 29-ാം രാവിന്റെ ഈ വർഷം ലൈലത്തുൽ ഖദറിന് സാധ്യത കൂടുതൽ ഉണ്ടായിരുന്ന ദിവസമാണ് 29-ാം രാവ്. അല്ലാഹുവേ, ആ 29-ാം രാവിന്റെ പൊട്ടിക്കരണ്ടുകൊണ്ട് വാടുക്കുമ്പോ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മുമ്പിൽ വന്ന് തൊപ്പിയിട്ടിട്ടിരിക്കുകയാ. ആരാകുന്നവരെന്നറിയുമോ? വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഹൈന്ദവനായിരുന്നു. ഹൈന്ദവനായ ചെറുപ്പക്കാരനാണ്. റമദാൻ മാസം 4-ാമത്തെ ദിവസമായപ്പോ എന്റെ റൂമിലേക്ക് കടന്നു വന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമായി പെരുങ്കുളത്തെ ചെറുപ്പക്കാരാ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന പെരുങ്കുളത്തെ ചെറുപ്പക്കാരാ, അവൻ തൊപ്പിയിട്ടുകൊണ്ട് പൊട്ടിക്കിടന്ന് 29-ാം രാവിന്റെ പ്രഭാതമായപ്പോ എന്റെ മുമ്പ് വന്നിരുന്ന് പൊട്ടിക്കിടന്നുകൊണ്ട് പറഞ്ഞു, സ്ഥാറ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ഒരുപാട് മോശത്തരങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹു പടച്ചതമ്പുരാനെ അനുഗ്രഹിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമായി അത് നിലനിൽക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ പെരുങ്കുളത്ത് വന്ന 10,000
ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ടെങ്കിൽ അത്രയും ചെറുപ്പക്കാരുടെ ഈമാനവന്റെ ഈമാനിന് തുല്യമാകുമോ ചെറുപ്പക്കാരാ? നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് നിബിധനമെന്ന് പറഞ്ഞാൽ ചാപ്പാടെടുക്കാൻ മാത്രമുള്ളതാ, റമദാനെന്ന് പറഞ്ഞാൽ കറങ്ങി നടക്കാൻ മാത്രമുള്ളതാ, പെരുന്നാളെന്ന് പറഞ്ഞാൽ അടിച്ചു വിളിക്കാൻ മാത്രമുള്ളതാ. കൽബ് പൊട്ടിക്കരഞ്ഞു പോയ ഒരു റക്അത്ത് നിസ്കാരം നിനക്ക് പടച്ചോറ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, ഇന്നത്തെ രാത്രി മുതൽ മാറ്റം വേണം ചെറുപ്പക്കാരാ, ഇന്നത്തെ രാത്രി മുതൽ മാറ്റം വേണം മുസ്ലിം ചെറുപ്പക്കാരാ. ഇന്നലെ വരെ ജീവിച്ചതുപോലെ അല്ല, വല്ലാഹി വന്നോ, ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല. ഇന്നലെ വരെ എന്റെ മൊബൈലിനകത്തുള്ള അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇന്നത്തെ രാത്രിയിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാ. ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന സർവ്വ ഹറാമിയത്തുകൾ ഇന്നത്തെ രാത്രി കണ്ട് അവസാനിപ്പിക്കുകയാ. ഇന്നലെ വരെ ഏതൊക്കെ പെൺകുട്ടികളുമായി ഫോണിലൂടെ സമ്പർക്കം നടത്തിയിട്ടുണ്ടോ അതെല്ലാം ഇന്നത്തെ രാത്രി കൊണ്ട് അവസാനിപ്പിക്കുകയാ. ഇന്നലെ വരെ ഏതൊക്കെ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതെല്ലാം അവസാനിപ്പിക്കുകയാ. ഇനി ഒരു വക്കത്തെ മുടക്കൂല അല്ലോ, ഇനി ഒരു ഹറാമ് ചെയ്യൂല അല്ലോ, ഇനി മുക്കളില്ലാതെ ഉറങ്ങൂല അല്ലോ, ഇനി സ്വലാത്തുകളില്ലാതെ ഉറങ്ങൂല അല്ലോ. ഇന്ന് തീരുമാനമെടുക്കണം ചെറുപ്പക്കാരാ. ഇന്നത്തെ പ്രവാസനത്തിന്റെ അവസാനം ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട്. എന്തെന്നറിയുമോ? ബദറിന്റെ രണാകരത്തിന് പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ ശരീരം മൊത്തവും മെലിഞ്ഞിടങ്ങിപ്പോയെങ്കിലും മനസ്സിന്റെ ഉള്ളറയിലുള്ള ഈ മോറിന്റെ കേടുപാട് വരാറ് കാത്തു സൂക്ഷിച്ച ബദരീങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട് അല്ലാഹു റസൂൽ ബദറിന്റെ തലവരവശ സുജൂദിൽ കിടന്ന് ഏറ്റവും അധികം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചൊല്ലിയ ദിക്റ്, ആ ദിക്റ് ഇന്ന് നിങ്ങളെ കൊണ്ട് 33 പ്രാവശ്യം ചൊല്ലിപ്പിച്ചിട്ടാണ് ഇന്നത്തെ ദുആ. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി, ഒരുപാട് പ്രാവശ്യം ചൊല്ലി പൊട്ടിക്കരഞ്ഞ ആ ദിക്റ് ഇന്ന് നിങ്ങളെ മുഴുവനും കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ടാണ് ഇന്നത്തെ ദുആ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു അത് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ അവസാനം ഒരായത്ത് പറഞ്ഞു തരും. ഏതായത്താ? മരണമല്ലാത്ത സർവ്വകാര്യങ്ങളെയും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു ആയത്തുണ്ട് സൂറത്ത് തൗബയിൽ. ഞാൻ റമദാനിന്റെ അവസാന വെള്ളിയാഴ്ച വള്ളക്കടവ് പള്ളി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞാൽ ഫസ്റ്റ് വെള്ളിയാഴ്ച വരുന്നവർക്ക് ഈ ആയത്ത് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഇപ്പൊ വ്യാഴാഴ്ച പെരുന്നാളാണ്, വെള്ളിയാഴ്ച സാധാരണ ജുമയ്ക്ക് എല്ലാ പള്ളിയും ആള് കുറവാണ്. വ്യാഴാഴ്ച പെരുന്നാളാണെങ്കിൽ വെള്ളിയാഴ്ച ആള് കുറയും. കാരണം എന്താ? സഹോദരി ഭർത്താവ് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരുമ്പോഴേ സഹോദരി ചുരിദാറൊക്കെ ഇട്ട് റെഡിയാ നിൽക്കാം. ബന്ധുക്കളെ വീട്ടിൽ പോകുന്നത് നല്ലത് തന്നെയാണ്, ഉച്ച കഴിഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല, അമ്മോടെ കയറ്റും. അപ്പൊ എന്നാലും അങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോ പിറ്റേന്ന് ഇനി പോയി 2 ദിവസം കഴിഞ്ഞൊക്കെ പിന്നെ തിരിച്ചു വരുള്ളൂ. അപ്പോ ഈ വെള്ളിയാഴ്ചയുടെ റമദാൻ കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച ആള് കുറയുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ എല്ലാവരോടും 2 ആഴ്ച മുമ്പേ പറഞ്ഞു, റമദാൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് വെള്ളിയാഴ്ച ഈ ആയത്ത് നിങ്ങൾക്ക് ഏതെന്ന് പറഞ്ഞു. മരണമല്ലാത്ത സർവ്വകാര്യങ്ങളെയും ഈ ആയത്ത് ഓതിയിട്ട് തടഞ്ഞു നിർത്താൻ പറ്റും. ഈ ആയത്ത് ഏതെങ്കിലും ഒരു വക്കത്തിന് ശേഷം കൃത്യമായിട്ട് ഓതണം. അപ്പൊ എന്ത് ചെയ്തു? നല്ല ആളായിരുന്നു. കാരണം എന്താ? ഇതിലൂടെ കേട്ടിട്ട് പിന്നെ ചുമ കഴിഞ്ഞ് പോവാം. കാരണം എന്തെങ്കിലും ഈ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പറയാൻ പറ്റില്ലെങ്കിലോ. അപ്പൊ കേട്ടിരിക്കട്ടെ, എപ്പോഴും ഓതണ്ട, ആവശ്യം വരുമ്പോ. അങ്ങനെയാണല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നത് ചെല്ലൂല, സ്ഥിരമായിട്ട് നിൽക്കുന്നത് ചെല്ലൂല, ആവശ്യം വരുമ്പോ മാത്രം. കൈവിഷത്തിനുള്ള ദുആ, കൈവിഷമല്ലേ ഇന്നിപ്പോ ഏറ്റവും കൂടുതലുള്ള കൈവിഷമാണ്. വെള്ളം കുടിക്കാൻ വലിയ പാടാണല്ലോ. ഏതെങ്കിലും സഹോദരിമാരിങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ, കുടുംബശ്രീക്ക് പോകുമ്പോൾ വെള്ളം കലക്കി തന്നാൽ ആരെയും വെള്ളം നിങ്ങൾ ആരെങ്കിലും കുടിക്കുമോ? സീനവാട ഇത് ഞാൻ കുടിക്കത്തില്ല, അവള് കൈവിഷം കിളക്കുന്ന ആളാന്ന് പറയും. അപ്പൊ അതിനുള്ള ദുആ ഉണ്ട്, എല്ലാത്തിനും മരുന്നൊക്കെ ഉണ്ട്, മരുന്നും മന്ത്രമൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയണില്ല. തിരികെ ഓതിയൊക്കെ പൈസ വാങ്ങിക്കണം, വലിയാക്കന്മാരെ കഞ്ഞിൽ നമ്മളെന്തിനാ പാറ്റയിടുന്നത്? ഇവിടെ പെരുങ്കുളത്ത് ഓതലൊക്കെ ഉണ്ടോന്ന് അല്ലാഹു. തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഇച്ചിരി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? കാരണം എന്താണെന്നറിയോ? ധാരാളം പൈസയും പണവും പവറൊക്കെ ആയിപ്പോയല്ലോ. സൂറത്തിൽ ഇഖ്ലാസൊക്കെ ഓതി ഫാത്തിഹയൊക്കെ ഓതി വിഷമം മാറും അല്ലെങ്കിൽ ദുഃഖം മാറും എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അതിലേക്ക് കിടക്കുന്നില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ രക്ഷപ്പെടാൻ കൊതിച്ചിരിക്കുന്ന നിങ്ങൾക്കൊരു വഴി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആദ്യം എവിടെയാണ് നന്നാക്കേണ്ടത് ചെറുപ്പക്കാരാ?
എനിക്ക് രക്ഷപ്പെടണം. ഈ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന മജ്‌ലിസിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നു, അല്ലാഹ് എനിക്ക് രക്ഷപ്പെടണമെന്ന് ഏതെങ്കിലും ചെറുപ്പക്കാർ തീരുമാനിക്കുന്നെങ്കിൽ ചിന്തിച്ചു കൊള്ളുക. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആദ്യം നീ എവിടെയാ നന്നാക്കേണ്ടത്? ആദ്യം കടയിൽ പോയി മുടിവെട്ടലല്ല, ആദ്യം കടയിൽ പോയി മുണ്ട് വാങ്ങി അല്ലെങ്കിൽ വെള്ളത്തൊട്ടി വാങ്ങി തലയിടലല്ല, ആദ്യം അള്ളാന്റെ പള്ളിക്കകത്ത് പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യലല്ല. ആദ്യം എവിടെയാ നന്നാക്കേണ്ടത്? ഖുർആൻ പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസാഹാ. പഠിച്ചുകൊള്ളുക ചെറുപ്പക്കാരാ, അറിഞ്ഞുകൊള്ളുക ചെറുപ്പക്കാരാ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഹൃദയത്തെ ഭംഗിയാക്കിയവൻ വിജയിച്ചിരിക്കുകയാ. അവൻ മരണപ്പെടുമ്പോ അവന്റെ മുഖം പ്രകാശിക്കുന്നതാ, അവന്റെ ഖബർ വിശാലമാക്കുന്നതാ, അവന്റെ റൂഹിനെ കൊണ്ടുപോകാൻ മലക്കുകൾ ഇറങ്ങി വരുന്നതാ. അവൻ ആഖിറലോകത്ത് ഫരീഖുൻ ഫിൽ ജന്ന എന്ന സ്വർഗ്ഗത്തിന്റെ വിഭാഗത്തിൽ അവനെ ഉൾപ്പെടുത്തുന്നതാ. ആരെയാണ് ആരെയാണ് ആരെയാണ്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ഹൃദയത്തെ പരിശുദ്ധമാക്കിയവനാണ്. മസിൽ പവർ കൂട്ടാൻ ഉറക്കപ്പെടുന്ന കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ, ജിമ്മിന്റെ പോയിട്ട് മസിൽ ഓടിയോ എന്നറിയാ, മരുന്നടിച്ചുകൊണ്ട് ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരാ, അത് വേണ്ടെന്ന് സാറുമാകവി പറയില്ല. ആരോഗ്യ സംരക്ഷണം ഇസ്ലാമിന് അന്യമല്ല ചെറുപ്പക്കാരാ. പക്ഷേ ആദ്യം നീ പരിശോധിക്കേണ്ടതിന്റെ മനസ്സിനെയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിന്റെ തല നന്നാക്കുന്നതിന് മുമ്പ്, നിന്റെ ശരീരം മേലിഴക് കൂട്ടുന്നതിന് മുമ്പ് ഖദ് അഫ്ലഹ മൻ സക്കാഹാ. നിന്റെ മനസ്സിനെ നീ ഭംഗിയാക്കിക്കോ. വഖദ് ഖാബ മൻ ദസാഹാ. എത്ര പ്രസംഗിച്ചാലും, എത്ര നിസ്കരിച്ചാലും, എത്ര സ്വരക്ക ചെയ്താലും, എത്ര റമദാനിൽ പൊട്ടിക്കരഞ്ഞു പോയാലും നിന്റെ മനസ്സ് ദുഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടു പോയി എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, ആദ്യം നന്നാക്കേണ്ടത് മനസ്സിനെയാണ്. നിന്റെ മനസ്സിനെ എങ്ങനെയാ നന്നാക്കേണ്ടത്? എങ്ങനെയാ മനസ്സിനെ നന്നാക്കുന്നത്? സഹോദരിമാരെ, മനസ്സിന്റെ അകത്ത് ആവശ്യമില്ലാത്ത ദുർഗുണങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് പുറത്ത് കളയണം. ഒന്ന് അസൂയ, രണ്ട് അത്യാഗ്രഹം, മൂന്ന് കുശുമ്പ്, നാല് അഹങ്കാരം, അഞ്ച് ആർത്തി. ഇതൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാർ ഉണ്ടോ? വളരെ കുറവാണ്. ഇതൊന്നും ഇല്ലാത്ത സഹോദരിമാരുണ്ടോ? പെരുന്നാളിന്റെ അന്ന് വിലപിടിപ്പുള്ള ഒരു പർദ, വിലപിടിപ്പുള്ള ഒരു സാരി ഏതെങ്കിലും ഒരു പെണ്ണെടുത്തു പോയാൽ അയൽവാസിയായ സഹോദരി അപ്പുറത്തെ സൂറ ചോദിക്കും, എടീ ആയിഷ നീ കണ്ടോ? ആരിഫ എടുത്ത സാരി കണ്ടായിരുന്നു? നമുക്ക് കാണണ്ടേ. എന്തുകൊണ്ടാ? അസൂയ കൊണ്ടാ അല്ലേ? നമുക്കൊന്നും എടുക്കാനൊന്നും വേറെ ആരുമില്ലേ എന്ന് പറഞ്ഞ് അസൂയ കൊണ്ട് പറയാം മനസ്സ്. പക്ഷെ റമദാനം പൊത്തം നിസ്കരിച്ച് തഴമ്പുതാ ഇവിടെ വന്ന് പിറവിടെ നോക്കിയാൽ മതി. നിസ്കാര പിന്നെ പായുടെ പകുതി പൊളി ഇപ്പോഴും ഒട്ടി നെറ്റിയിരിക്കുക. അത്രയ്ക്ക് സുരൂതി കിടന്ന് നിലവിളിയായിരുന്നു. പക്ഷെ അസൂയ മാറിയോ? അതുകൊണ്ട് നിന്റെ ഇബാദത്ത് പടച്ചവന്റെ അടുത്ത് ആവശ്യമില്ല. എത്രയോ ചെറുപ്പക്കാർ തസ്ബീഹുമാല കയ്യിൽ വെച്ചുകൊണ്ട് എത്രയോ അള്ളാഹുവിന്റെ പള്ളിയുടെ നടയിലിരിക്കും, അള്ളാഹുവിന്റെ പള്ളിയുടെ നടയിലിരിക്കും. പറയുന്നത് മുഴുവനും ഫസാദ്. ഈ റമദാനിന്റെ പകുതി കൂടുതൽ നോമ്പും സരിത കൊണ്ടുപോയി, ശാലുമേനും കൊണ്ടുപോയി, എല്ലാരും കൊണ്ടുപോയി. കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോഴും പാപ്പാരി ചോദിക്കും, നീ സരിതയെ കണ്ടായിരുന്നോടോ? എങ്ങനെ വിളിക്കാതിരിക്കൂടെ? ചോദിക്ക, നോമ്പ് തുറക്കുക. ആഹുവേ പടച്ചവരെ, സൗദി അറേബ്യയുടെ കാരയ്ക്ക് കൊണ്ട് മുറിക്കുമ്പോഴും സരിതയ്ക്കാ കൊടുക്കുന്ന ഫസ്റ്റ്. കൊണ്ടുപോയില്ലേ പകുതിയിൽ കൂടുതൽ? റമദാനും പെരുന്നാളും ഒക്കെ ആ രീതിയിലൂടെ നശിപ്പിച്ചില്ലേ? പോട്ടെ, രാഷ്ട്രീയ ചർച്ചകൾ പോട്ടെ, ബാക്കിയുള്ള നമ്മുടെ നാടൻ ചർച്ചകളിലേക്ക് വന്നാൽ അയൽവാസികളെ കുറിച്ച് 10 വർത്തമാനം പറയാറ് ഉറക്കം വരുവോ പെങ്ങളെ? നാട്ടിലുള്ളവരെ കുറിച്ച് 10 പറയാറ് സമാധാനമുണ്ടോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് ആദ്യം നിന്റെ മനസ്സ് നന്നാക്കുക. എല്ലാ ദുർഗുണങ്ങളെയും ദൂരേക്ക് വലിച്ചെറിയുക. അൽ ഹസദു യഅകുലുൽ ഹസന കമാ തഅകുലുൻ നാറുൽ ഹത്തബ.
തീ വിറകിനെ തിന്നുന്ന പോലെ അസൂയ നിന്റെ നന്മകളെ മുഴുവനും തിന്നു തീർക്കുന്നതാ. റമദാൻ 29 രാത്രിയും പകലുമായി പൊട്ടിക്കിടന്നു പോയ നിന്റെ നന്മകളെ മുഴുവനും നിന്റെ മനസ്സിൽ വന്ന അസൂയയില്ലേ? അയൽവാസിക്ക് പെരുന്നാളിന് കിട്ടിയ സമ്മാനം കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ? പണം കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ? വീട് കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ? അത് കാണുമ്പോ അതോടുകൂടി സർവ്വതും നശിച്ചു പോകുന്നതാണ്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി സുൽഫി വന്നിരി അന്റെ കസരടുത്തോട് കള്ളക്കടകളെ ഉണ്ടാക്കി വന്നിരിക്കുക. ഇനിയെ സുൽഫി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വന്നൊരു വീട് വെച്ചു. 2 കൊല്ലം നിന്നു. നാട്ടിൽ വന്നൊരു വീട് വെച്ചു. വീട് വെച്ചാൽ എന്താ മൊത്തം പറയുന്നത്? നാട്ടിലെ ചർച്ച പെരിങ്കുളത്തുള്ളവരൊക്കെ പറയും, എടാ മറ്റേ സുധീർ 2 വർഷം പോയി അടിപൊളി വീട് വെച്ചത്. ഏതാ അറബിയെ പറ്റിച്ച് എത്തിക്കാനാക്കി വന്നാണ്, അല്ലാതെ അവനെവിടെ നിന്ന് പൈസ. അവന് മാത്രം കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയ ഉണ്ടാവില്ല. യുവമാര് പോയി കഴിഞ്ഞാണ്ടല്ലോ, അള്ളാഹുവേ അവസരം കൊടുക്കണം. അവസരം കക്കാനും നക്കാനും ഒരു അവസരം കിട്ടിയാൽ ആരാണ് മാറി നിൽക്കുന്ന ഒരു സഹോദരൻ? ആരാ മാറി നിൽക്കുന്നത്? എല്ലാവരും മുമ്പന്തി തന്നെ നിൽക്കും. അതുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്നത് കണ്ട് മാറിയിരുന്നു കൊണ്ട് ഈ അസൂയയും കുശുമ്പും എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറും, അന്നേ നമ്മുടെ യുവതലമുറ നന്നാവുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള സഹാബികൾ ഇരിക്കുന്ന സരസിൽ പറയുകയാ, അള്ളാഹുവിന് 300 സ്വഭാവ ഗുണങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നൊരു അടിമയ്ക്ക് അള്ളാഹു കൊടുത്താൽ അവന് സ്വർഗം നിർബന്ധമാണ്. അള്ളാഹുവിന് 300 സ്വഭാവ ഗുണങ്ങളുണ്ട്. 300 സ്വഭാവ ഗുണങ്ങൾ. ആ 300 സ്വഭാവ ഗുണങ്ങൾ ഏതെങ്കിലും ഒന്നൊരു അടിമയ്ക്ക് അള്ളാഹു കൊടുത്താൽ അവന് സ്വർഗം നിർബന്ധമാണ്. പെരിങ്കുളത്ത് വന്നിരിക്കുന്നവരെ, ഇവിടുത്തെ സംഘാടകരെ സങ്കടത്തോടുകൂടി പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ പൈസ പിരിക്കാൻ കൊണ്ടുവന്നതല്ല, 2 മണിക്കൂർ നമ്മുടെ നാട്ടിലൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. റമളാനിൽ പോലും കണ്ടുകൊടുത്ത ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടുകൊണ്ട് കണ്ടതാ ഉസ്താദേ. റമളാനിൽ പോലും രാത്രിയാകുമ്പോ സീൽ കണ്ട വീടുകൾ ആ തിങ്കളന്റെ ഈ പെരിങ്കുളത്തിന്റെ ആലങ്കോടിന്റെ പരിസരത്ത് നിങ്ങൾ കണ്ടതാ ഉസ്താദേ. അതുകൊണ്ട് സങ്കടത്തോടുകൂടി പറയുകയാ, ഞങ്ങൾക്ക് ഒന്നും നിങ്ങൾ പിരിച്ചു തരണ്ട, ഒരു 2 മണിക്കൂർ അവരുടെ ഗൗരവം പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് പറയുകയാ. എന്തെങ്കിലും സാമ്പത്തിക ഇതിന്റെ മിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്, സഹായിക്കാൻ ആരുമില്ല, നോക്കാൻ ആരുമില്ല. അവർക്ക് ഞങ്ങളത് കൊണ്ട് കൊടുത്തിട്ട് ഒരു കുടുംബ ജീവിതത്തിലുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കും സാറേ എന്ന് സങ്കടത്തോടുകൂടി പറഞ്ഞു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ സദസ്സിൽ വന്നിരിക്കുന്നവരെ, അള്ളാഹുവിന്റെ പ്രത്യേകമായ 300 സ്വഭാവ ഗുണത്തിൽ ഒന്നെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവോ? വില കൂടിയ മർദ്ദ കൊണ്ട് തലമറയ്ക്കുന്ന പെണ്ണ്, വില കൂടിയ മർദ്ദ കൊണ്ട് ശരീരം മറക്കുന്ന പെണ്ണ്, വില കൂടിയ ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ 300 സ്വഭാവ ഗുണത്തിൽ ഒന്നെങ്കിലും നമുക്ക് കിട്ടിപ്പോയാ സ്വർഗ്ഗമുറപ്പാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുറയല്ലേ ചെറുപ്പക്കാരാ, നമുക്കെന്തേ കൊടുക്കാനുള്ളൂ? ഇത് മാത്രമല്ലേ കൊടുക്കാനുള്ളൂ? അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയം പറഞ്ഞില്ലേ, അള്ളാഹു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അബൂബക്കറേ നിന്നെയാണ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. 1.25 ലക്ഷത്തോളം സഹാബികൾ ഉണ്ടായിരുന്നല്ലോ മദീനത്ത് മക്കത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് കിടക്കാനുള്ള 1ാമത്തെ ഭാഗ്യം അല്ലാഹു കൊടുത്തതാർക്കാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തർബിയത്ത് മുടക്കണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ ആ 300 സ്വഭാവ ഗുണത്തിൽ ഒന്നെങ്കിലും എനിക്കുണ്ടോ നബിയേ? അള്ളാഹുവിന് 300 സ്വഭാവ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലൊന്നെങ്കിലും അള്ളാഹുവിന്റെ റസൂലേ എനിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ മുത്താദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂബക്കറേ ആ 300 സ്വഭാവ ഗുണവും അള്ളാഹു നിനക്ക് തന്നിട്ടുണ്ട് അബൂബക്കറേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹുവേ നിങ്ങളുടെ സലാത്തിനെ സ്വീകരിക്കണേ അല്ലാ. 300 സ്വഭാവ ഗുണവും അബൂബക്കറേ അള്ളാഹു നിനക്ക്
തന്നിട്ടുണ്ട് അബൂബക്കറേ. ചുമ്മാനാണോ 10 പേർക്ക് സ്വർഗം അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിൽ വെച്ച് പറഞ്ഞപ്പോ അതിലൊന്നാമത്തെ ആള് അന്ത ഫിൽ ജന്നയാ അബൂബക്കർ സിദ്ദീഖ്, നീയാണ് ഒന്നാമത്തെ ആളെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വെറുതെയാണോ? 300 സ്വഭാവ ഗുണങ്ങൾ മനസ്സിലുണ്ടായിരുന്ന ചെറുപ്പക്കാരാ, മക്കത്ത് പോയാ പോരടാ, മദീനത്ത് പോയാ പോരടാ, റമളാനിൽ പൊട്ടിക്കിടന്ന് പോരടാ, പെരുന്നാളിന്റെ കൂട്ടുകാരുമൊത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നിട്ട് ഖബർ സിയാറത്ത് നടത്തി ഞാൻ തീരെ ചൈതന്യമുള്ളവരാണെന്ന് വീമ്പിളക്കിയാ പോരടാ. നിന്റെ ഹൃദയമൊന്ന് തുറക്കണേ ചെറുപ്പക്കാരാ, നിന്റെ മനസ്സൊന്ന് തുറക്കണേ ചെറുപ്പക്കാരാ. അതിന്റെ അകത്ത് എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ അതെല്ലാം ഇന്ന് പുറത്തേക്ക് വലിച്ചെറിയുക. ഈ പെരുങ്കുളത്തിന്റെ സ്വർഗത്തിന്റെ വേദിയിൽ വന്നിരുന്നിട്ട് ആ ഹൃദയമൊന്ന് തുറക്കണം ചെറുപ്പക്കാരാ. അതിന്റെ മനസ്സിന്റെ അകത്തുള്ള അസൂയ വലിച്ചെറിയുക, അഹങ്കാരം വലിച്ചെറിയുക, വൃത്തികേടുകൾ വലിച്ചെറിയുക, സാധ്യങ്ങൾ വലിച്ചെറിയുക, ദേഷ്യങ്ങൾ വലിച്ചെറിയുക, ഹറാമിയത്തിന്റെ മുഴുവൻ കൂത്തരങ്ങളും കബറടക്കുക. എന്റെ പെങ്ങളെ, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വലിയ എളുപ്പമാണ്, അപ്രകാരം തന്നെ നരകം വലിയ എളുപ്പമാണ്. നാവ് കൊണ്ട് ഭർത്താവിനെ ഉപദ്രവിക്കുന്നില്ലേ, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നില്ലേ, മനസ്സിന്റെ അകത്ത് അസൂയയില്ലേ, എത്ര വലിയ പർദ്ദയിട്ടാലും പെരുങ്കുളത്തെ പെണ്ണേ, നിന്റെ മനസ്സാണ് പടച്ചോ നോക്കുന്നത്. നിങ്ങള് ആ മനസ്സിന്റെ അകത്ത് വൃത്തികേടുകൾ കൊണ്ട് നിറഞ്ഞു പോയാൽ നിന്റെ തസ്ബീഹ് പടച്ചോന് വേണ്ട, നിന്റെ തക്ബീർ പടച്ചോന് വേണ്ട, നിന്റെ തഖ്ദീസ് പടച്ചോന് വേണ്ട. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ നിയ്യത്ത് ചെയ്യണം ചെറുപ്പക്കാരാ. മരിക്കുന്നത് വരെ പെണ്ണിന് വേണ്ടി, കള്ളിന് വേണ്ടി, കഞ്ചാവിന് വേണ്ടി, ഹറാമിന് വേണ്ടി എന്റെ ശരീരം ഞാൻ കൊടുക്കൂല അല്ലാ എന്ന് തീരുമാനിക്കണം ചെറുപ്പക്കാരാ. സർവ തിന്മകളും കടന്നു വരുന്ന ഹൃദയത്തെ ഈ വാറിന്റെ താക്കോല് കൊണ്ട് പൂട്ടിയിടുക. പിശാചിന് കടക്കാൻ കഴിയില്ല, ഇബ്ലീസിന് കടക്കാൻ കഴിയില്ല, ഒരു ഹറാമിയത്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. ഞാൻ കറകളെന്ന വിശ്വാസിയാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോ എന്റെ ഹൃദയം അങ്ങ് കിടുകിടാ വിറയ്ക്കുമെന്ന് പറയാ. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് സാധിക്കണമെന്ന് മാത്രമല്ല ആ ഹൃദയം അങ്ങ് വിറയ്ക്കണം ചെറുപ്പക്കാരാ. ഷാറുബാഹയുടെ പ്രസംഗത്തിന്റെ സരസിൽ വന്നിരുന്ന് ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇത് ഞാൻ എങ്ങനെയാകുമല്ലോ, ഇത് ഞാൻ എങ്ങനെ തീരുമാനിക്കുമല്ലോ എന്ന് പറഞ്ഞ് കണ്ണെടുക്കാതെ കാതെടുക്കാതെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരുന്ന് അവസാനം വീട്ടിന്റെ കത്തവത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഹറാമുകൾ ചെയ്യുന്ന, നിസ്കാരങ്ങളെ കളാക്കുന്ന, മോശമായ സംഭാഷണങ്ങൾ നടത്തുന്ന ഒരവസ്ഥ നിനക്ക് സംസാരമായി പോയാൽ ഒരിക്കലും രക്ഷപ്പെടൂല ചെറുപ്പക്കാരാ. എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് മനസ്സിന്റെ നിർബന്ധങ്ങളെ കബറടക്കുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക. 4 രീതിയിലാണ് ഹൃദയം. 4 രീതിയിലാണ്. ഒന്ന് ഖൽബുൻ അജ്റദുൻ, പ്രകാശമുള്ള ഹൃദയം. പ്രകാശമുള്ള ഹൃദയം. ചില ആളുകൾ നമ്മളോട് അസ്സലാമു അലൈക്കും പറഞ്ഞ് മുസാഫത്ത് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലൊരു സന്തോഷമാണ്. ഈ സലാം പറയുമ്പോൾ തന്നെ ചില ആൾക്കാരെ മനസ്സിലിങ്ങനെ അല്ലേ, കല്യാണത്തിനൊക്കെ പോയി 3ഉം 4ഉം പ്രാവശ്യമൊക്കെ ചോറിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. ഉപ്പാപ്പയെ നോക്കിയിട്ട് ചില ചെറുപ്പക്കാർ പറയും പാപ്പോ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് പോവാറായില്ലേ, കവറിൽ പോവാറായി 8 പ്രാവശ്യം ആയല്ലോ എന്നാ ചോദിക്കുന്നത്. ആ സലാമല്ല, അല്ലാതെ അസ്സലാമു അലൈക്കും ഒരു സ്നേഹത്തോടു കൂടി തുറന്ന മനസ്സോടു കൂടി സലാം പറയുന്ന ചില വ്യക്തികൾ സലാം പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. ചിലരെ കാണുമ്പോൾ, ചിലരെ അടുത്ത് നിന്നിരിക്കുമ്പോൾ, ചിലരെ മുസാഫത്ത് ചെയ്യുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത റാഹത്താണ്. ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിന് വെളിച്ചമുണ്ടാവും. നമ്മുടെ മനസ്സിൽ ആരോടും ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാ ഒന്നും നമുക്ക് പേടിക്കാനില്ല. ലാസ്റ്റ് ഘട്ടം നമുക്ക് വിജയമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമുക്കൊക്കെ വിജയം പെരുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ ഒന്നാമത്തത് വെളിച്ചമുള്ള ഹൃദയമാണ്. ഈ ഹൃദയമാണ് നമ്മൾ ആവേണ്ടത്. ചില സഹോദരിമാരില്ലേ, നമ്മുടെ വീട്ടിലേക്ക് ചില ഉമ്മമാര് വരുമ്പോ പറയും ആ കിളയി വരുന്നു, ഇനി ഇവിടെ ആകെ മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം നമ്മെ പേടിച്ച് കഴിയുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. അയാളിതാ വരുന്നു, ഇനി മൊത്തം വസാദ് ഈപത്ത് വരും, ഒന്നും പറയാൻ പാടില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കടന്നു വരുമ്പോ മനസ്സിലൊരു വല്ലാത്ത സന്തോഷവും റാഹത്തും ഉണ്ടാവണം. അതാണ് വെളിച്ചമുള്ള ഹൃദയം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം,
അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നതാരാ? ബിഖൽബിൻ സലീമായ ഹൃദയമുള്ളവരല്ലാതെ, സലീമായ ഹൃദയമുള്ളവർക്കല്ലാതെ പടച്ചോന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ആരാണ് സലീമായ ഹൃദയമെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ അസൂയയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, മത്സരമില്ലാത്ത, കളങ്കമില്ലാത്ത, തെറ്റുകളില്ലാത്ത, തിന്മയില്ലാത്ത, കൂടത്തരങ്ങളില്ലാത്ത, വൃത്തികേടുകളില്ലാത്ത, വൃത്തിഹീനതകളില്ലാത്ത, ഏറ്റവും മോശത്തരങ്ങളുടെ അവസ്ഥകളൊന്നുമില്ലാത്ത പരിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളാണ് അവരെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഹൃദയം ഖൽബുൻ അഗ്ലഖുൻ, അടച്ചു കളഞ്ഞ ഹൃദയമാണ്. അള്ളാഹു ചില ഹൃദയങ്ങളെ അടക്കി. അള്ളാഹുവിന്റെ ഖുർആനിൽ രണ്ട് ഹൃദയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹു അടച്ചു സീല് വെച്ച ഹൃദയം, ഇനി തുറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഹൃദയം. മറ്റൊന്ന്, ഈമാൻ കൊണ്ട് അള്ളാഹു സീല് വെച്ച ഹൃദയം. രണ്ട് ഹൃദയങ്ങളെ കുറിച്ച് പറയും. രണ്ട് ഹൃദയത്തിൽ സീല് വെക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഒന്ന്, ഈമാൻ കൊണ്ട് അള്ളാഹു സീല് വെച്ചു. രണ്ട്, ഇനി തുറക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു സീല് വെച്ചു. തുറക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു സീല് വെച്ചത് സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം പരിശോധിക്കുമ്പോൾ കാണാം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവത്തുൻ വലഹും അദാബുൻ അലീം. പ്രവാചകന്മാർ കൊണ്ടുവന്ന പ്രബോധനത്തിന്റെ കവാടങ്ങളെ കബറടക്കിപ്പോടെ ഹതഭാഗ്യരാണവര്. അവര് നന്മ കേട്ടിരുന്നില്ല, അവര് നന്മ ചിന്തിച്ചിരുന്നില്ല, അവര് നന്മ സ്വീകരിച്ചിരുന്നില്ല. അല്ലാഹുവിന്റെ ഹൃദയത്തിന് സീല് വെച്ചിരിക്കുകയാണ്, അവരുടെ കാതുകൾക്ക് സീല് വെച്ചിരിക്കുകയാണ്, അവരുടെ കണ്ണുകൾക്ക് സീല് വെച്ചിരിക്കുകയാണ്. നന്മയൊന്നും കാണാൻ അവർക്ക് കഴിയില്ല. പെരുങ്കുളത്ത് വാല് കേൾക്കാമെന്നവര്, അല്ലാഹു അങ്ങനെ സീല് വെച്ചവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ വാല് നിങ്ങൾക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിയില്ല. പകുതിയാകുമ്പോൾ അങ്ങോട്ട് മാറി മാറി പോകും, പകുതിയാകുമ്പോൾ തിരിഞ്ഞു തിരിഞ്ഞു പോകും. നല്ലതുപോലെ കേട്ടുകൊണ്ട് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കടയുടെ ഭാഗത്ത് വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്തിനാ വന്നത്? പ്രസംഗം കേൾക്കാനാ വന്നത്. അവിടെ തിരക്കാണ്, പോയിരിക്കാൻ സ്ഥലമില്ല. കടയിൽ പോയി ചായ കുടിച്ചിട്ട് വരാ, വെള്ളം കുടിച്ചിട്ട് വരാ, സിഗരറ്റ് വലിച്ചിട്ട് വരാ എന്ന് പറഞ്ഞുകൊണ്ട് റോഡിന്റെ ഭാഗത്തിരിക്കുന്ന ചെറുപ്പക്കാരാ നിന്നെ വിളിച്ചുകൊണ്ട് കടയിലേക്ക് ചെല്ലുകയാ. അവിടെ പോയിരുന്നുകൊണ്ട് സംസാരങ്ങൾ മാറി മാറി പോകുകയാ. ഇവിടെ പ്രഭാഷണം നടക്കുമ്പോ അത് കേൾക്കാൻ നിനക്ക് കഴിയാത്തതെന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ കാതിൽ സീല് വെച്ചിരിക്കുകയാ. അത് കേട്ടിട്ട് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ബിംബങ്ങളെ പോലെ, പ്രതിമകളെ പോലെ കസേരയിൽ വന്നിരുന്ന് 2 മണിക്കൂർ കേട്ടിട്ട് മയ്യത്തുകളെ പോലെ എഴുന്നേറ്റ് പോയാൽ ഉപയോഗമില്ല. എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല? അല്ലാഹു സീല് വെച്ചിരിക്കുകയാ. എത്രയോ പ്രസംഗത്തിൽ പറഞ്ഞു, പെങ്ങളെ സീരിയൽ വേണ്ട, റിയാലിറ്റി ഷോ വേണ്ട. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ അതിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, എന്റെ ആരിഫമാര്, എന്റെ ആയിഷമാരെ, ആമിനമാരെ, ഖത്തമല്ലോ നിന്റെ പറവയ്ക്കപ്പുറത്ത്, നിന്റെ മത്തയ്ക്കപ്പുറത്ത്, നിന്റെ തഴമ്പിനപ്പുറത്ത്, നിന്റെ തസ്ബീഹിനെ പുറത്ത് അല്ലാഹു സീല് വെച്ചിരിക്കുന്ന പെണ്ണ്, അല്ലാഹു സീല് വെച്ചിരിക്കുന്ന പെണ്ണ്. അതുകൊണ്ട് ഇത്ര വളരെ കേട്ടാലും സീരിയൽ ഞാനും മുടക്കൂല, റിയാലിറ്റി ഷോ ഞാനും മുടക്കൂല. ഏറ്റവും നല്ല വൃത്തികേടുകളുടെ കൂപ്പരങ്ങളല്ലേ നമ്മുടെ വീട്ടിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ഹൗസ്, മലയാളി ഹൗസ് എന്ന പേര് പറഞ്ഞുകൊണ്ട് എത്രയോ വൃത്തികേടുകളെ ചാരന്ത് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ 4 വയസ്സുള്ള 5 വയസ്സുള്ള പാവപ്പെട്ട പിഞ്ചുമക്കളെ കസേരയിൽ പിടിച്ചിരുത്തി മാതാപിതാക്കളുടെ ലൈംഗിക വീഴ്ചകളെ പോലും വിശദീകരിക്കുന്ന വൃത്തികെട്ട പ്രോഗ്രാമുകളെ തലയിൽ തട്ടമിട്ടുകൊണ്ടിരുന്ന കണ്ണ് കൈയടിക്കുന്ന പെണ്ണ്. കരയാൻ വേണ്ടി വിധിക്കപ്പെട്ടവളാണ് സ്ത്രീകളെന്ന് മനസ്സിലാക്കി അതേ അമ്മായിയെ കൊല്ലുന്ന, ഭർത്താവിനെ കൊല്ലുന്ന, നാത്തൂനെ കൊല്ലുന്ന, കൂടപ്പുറപ്പിന്റെ കൂടെ വിഷമുരുട്ടി പിതാവിന്റെ വാചകത്ത് വെച്ച് കൊടുക്കുന്ന, സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അതേ അയൽവാസിയാതെ ചെറുപ്പക്കാരന്റെ കൂടെ സ്വന്തം കിടക്കറയിൽ കിടന്ന് ശയിക്കുന്ന പെണ്ണിന്റെ കഥ പറയുന്ന സീരിയൽ നായ പുരസ്കാരം കിടന്നിട്ടിരുന്ന് കാണുന്ന പെണ്ണേ.
അള്ളാഹുവിന്റെ അദാബിനെ മറന്നുപോകല്ല പൊന്നുപോട്. സൗകര്യം ഉണ്ടെങ്കിൽ നിർത്തിയാ മതി മോള്. ചീത്ത വിളിക്കുകയല്ല, ശകാരിക്കുകയല്ല, വഴക്കു പറയുകയല്ല. എത്രയോ 70% സ്ത്രീകൾക്ക് സ്ഥാനാർബുദം വന്നു കിടന്നുണ്ട്. 70% സ്ത്രീകൾക്ക് ക്യാൻസർ വന്നു കിടന്നുണ്ട്. പെരുങ്കുളത്ത് ജീവിക്കുന്ന പെങ്ങള് അള്ളാഹുവിന്റെ ശരീരത്തിൽ ക്യാൻസർ വന്നാൽ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവില്ലേ, മാസാമാസം അയച്ചിരുന്ന 15,000 തികയൂല പോലെ, 20,000 തികയൂല പോലെ, അടിച്ചു വിളിക്കാനും ആഡംബരം നടത്താനും ചെലവഴിച്ച കോടിക്കണക്കിന് രൂപ തികയൂല പോലെ, സ്വന്തം പള്ളിയുടെ മുറ്റത്തേക്ക് സാട് വിരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് മക്കള് പൈസ പിരിക്കേണ്ടുന്ന അവസ്ഥ വരും പൊന്നുപോലെ. ഇന്നലെ ഞാൻ കൊല്ലം ജില്ലയുടെ കൊളപ്പാടത്തിനടുത്ത് കേരളപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ പ്രിയപ്പെട്ട ഉസ്താദേ, എന്റെ ഉമ്മ മരിച്ചിട്ട് 3 ദിവസമായെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ സ്റ്റേജിൽ കയറി വരികയാ. ആ ചെറുപ്പക്കാരൻ പറയുമ്പോ ഒന്നും എനിക്ക് എന്റെ ഉമ്മാക്ക് ചെയ്യാൻ കിടന്നിട്ടില്ല. ആയിരക്കണക്കിന് ജനങ്ങൾ നോക്കിയിരിക്കുന്ന സരസിലേക്ക് കടന്നു വന്ന് എന്റെ കരം പിടിച്ചിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറയുന്നു, എന്റെ ഉമ്മാക്ക് വേണ്ടി വാരക്കണേ ഉസ്താദ്, എനിക്ക് വേണ്ടി വാരക്കണ്ട. ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സിക്കാരന്റെ കയ്യിൽ പൈസയില്ല. 3 ദിവസമായിട്ടേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയിട്ട്. ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞ് സുരക്കതയിൽ തിറങ്ങിപ്പോകുമ്പോ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരെ പണവും പവറുള്ളപ്പോ ചിരിയും കളിയും തമാശയും കൊണ്ട് നടന്നാ മതിയോ? എത്ര കാസറ്റിലൂടെ നിങ്ങൾ കേട്ടതാ സീരിയൽ വേണ്ടെന്ന്, പക്ഷെ നിർത്തിയിട്ടുണ്ടോ നിങ്ങള്? 900-ഓളം വരുന്ന സ്ത്രീകളാണ് വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിന് വനിതാ ക്ലാസ്സിൽ വന്നിട്ട് മരിക്കുന്നവര് ഇനി സീരിയല് കാണൂല്ല എന്നെഴുതി ഒപ്പിട്ട് തന്നത് ചെറുപ്പക്കാര്. ഇവിടെ വന്നിട്ടുണ്ട് വള്ളക്കടവിലെ പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള മുസ്ലിം ചെറുപ്പക്കാര്. ഞാൻ അവരെ സാക്ഷി നിർത്തിയിട്ടാ പറയുന്നത്. 900-ഓളം വരുന്ന സ്ത്രീകളാ പറഞ്ഞത് കാണൂല്ല, എന്ത് സംഭവിച്ചാലും കാണൂല്ല. സീരിയല് കണ്ടുള്ള ജീവിതം ഞങ്ങൾക്കില്ല ഉസ്താദേ. ധൈര്യമുണ്ടോ മുസ്ലിം പെണ്ണേ? അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പെരുങ്കുളത്തിന്റെ വേദിയുടെ കസേര എന്നുകൊണ്ട് പറയാൻ ധൈര്യമുണ്ടോ? എനിക്ക് ധൈര്യം വരില്ല. സീരിയലിന്റെ കഥയിൽ നീ അഡിക്റ്റായി പോയില്ല പെങ്ങള്, സിനിമയ്ക്ക് അഡിക്റ്റായി പോയില്ല പെങ്ങള്. ശക്തമായ തീരുമാനമെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. എന്തുകൊണ്ടാ? ഖത്തമല്ലോ അല്ലാഹു സീരി വെച്ചിരിക്കുന്ന പെണ്ണ് നിന്റെ ഹൃദയത്തിൽ നന്മ ഉൾക്കൊള്ളാൻ കഴിയൂല. അള്ളാഹ് സീല് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാ തീരുമാനം എടുക്കാൻ പറ്റാത്ത. അള്ളാഹു ചില വ്യക്തികളെ സീല് വെക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില വ്യക്തികളെ 3 ജുമുഅ ചേർത്തുകൊണ്ട് മുടക്കിയാൽ അവന്റെ മനസ്സിൽ അള്ളാഹു സീലടിക്കും. പിന്നെ ആ സീല് അള്ളാഹ് തന്നെ മായ്ച്ചു കളഞ്ഞെങ്കിലും പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് പിന്നെ കഴിയില്ല. 3 ജുമുഅ ചേർത്തുകൊണ്ട് മുടക്കിയാൽ. അപ്പൊ നിങ്ങൾ പറയാം, അങ്ങനെയാണ് ഈ ആഴ്ച ഒന്ന് മുടക്കിയിട്ട് 2 ആഴ്ച നിസ്കരിച്ചിട്ട് പിന്നെ മുടക്കിയാലോ? അല്ലേ? ഒത്തിരി ബുദ്ധി കൂടുതല എല്ലാവർക്കും. ബുദ്ധി കൂടി മുഹറം നോമ്പില്ല, ശഅബാൻ നോമ്പില്ല, ഒരു നോമ്പുമില്ല. റമദാൻ 15 ഉള്ളൂ. 17 അവൻ ആരാ പെറാണ്ടെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു. ഇപ്പൊ പിറ ഇച്ചിരി കൂടുതല കാണാം. മറ്റത് ഒരു പിറ ഉണ്ടാവില്ല. ഇപ്പൊ 20-നൊക്കെ പിറ കാണാം. അത് ഭയങ്കര നിക്കറ് പോരെ, വെള്ളം ഒഴിക്കുമ്പോഴും നിക്കറാണ്. എന്തായാലും ചൊല്ലി ഒരുപാട് ഉപയോഗം ഉണ്ടാക്കി ഇവിടെ അല്ലേ? നമ്മളാ മുത്താരിന്റെ പേരന്റ് ഉസ്താദെ വലിയൊരു നമ്മൾ ശാളക്കിടാൻ അഷ്കർ ബാക്കിയാത്തിന് മുത്തവല് അഡ്മിഷനൊക്കെ കിട്ടി വലിയ റാഹത്തില്ല. നമുക്ക് സന്തോഷമായിട്ടൊന്നൊരു യാത്രയൊക്കെ നടത്തണം. അതൊരു നല്ലതാണ്, നാട്ടിലൊരു നന്മയാണ്. ഞാൻ തൊടുക്കുഴി സംഭ്രമം തരസിൽ പഠിക്കുമ്പോൾ കോളേജിലേക്ക് പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ജുമയ്ക്ക് ഞാൻ തന്നെ പ്രസംഗിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട അൻവർ ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, നിങ്ങളുടെ നാട്ടുകാരുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ബക്കറ്റ് വേണ്ട, പുറകെ ഒരാൾ ബക്കറ്റുമായിട്ട് വരും, എല്ലാവരുടെ മുന്നിൽ കൈ കൊണ്ട് ഇങ്ങനെ പോയി മുസാഫത്ത് ചെയ്യണം. അപ്പൊ അവര് തരുന്ന കാശ് വാങ്ങിയിട്ട് അത് കോളേജിന്റെ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റും. അന്ന് എത്ര രൂപ കിട്ടിയാലും, കാരണം ദൂര സ്ഥലത്ത് പോയി നിന്ന് പഠിക്കുമ്പോൾ സാമ്പത്തികമായ ആവശ്യം വരും. അസുഖങ്ങൾ വന്നാൽ പിന്നെ അവിടെ ഉമ്മായും വാപ്പായും ആരും ഇല്ലല്ലോ. നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണം, മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം, വസ്ത്രം വാങ്ങണം, അവിടുത്തെ കോളേജിന്റെ ആവശ്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അന്ന് കിട്ടുന്ന പൈസക്ക് വില കൂടുതലായിരുന്നു. കാരണം വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് വല്ലാത്ത സന്തോഷവും സംതൃപ്തിയുമായിരുന്നു. അങ്ങനെ പള്ളിക്കകത്ത് പോയി ജുമയ്ക്ക് വന്നവിടെ മുന്നിൽ കൈനീട്ടിയിട്ട് കോളേജിൽ പോയിട്ടുണ്ട് ഞാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ അഷ്കർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മുത്തലിബിനെ വലിയൊരു ബാഖിയാത്ത് സ്വാലിയാത്തിന്റെ മുത്തവല്ല അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്.
അല്ലാഹു തആല വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ നാടിന്റെ അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കറകളഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനായ അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. അങ്ങനെ തന്നെ ദുആ ചെയ്യണം. കാരണം ഇന്ന് പണവും പദവിയൊക്കെ വരുമ്പോ പലരും പള്ളി അല്ലെങ്കിൽ ദീനീ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നിന്ന് മാറി പുതിയ പുതിയ ആശയങ്ങളിലേക്ക് പോവുകയാണ്. ഉസ്താദുമാരെ തള്ളിക്കളഞ്ഞു, ഗുരുനാഥന്മാരെ ചവിട്ടി തേച്ചു, സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിച്ചു, പല രീതിയിലേക്കും പോവുകയാണ്. അള്ളാഹു അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 3 ജുമുഅ ചേർത്തുകൊണ്ട് മുടക്കിയാൽ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കും. അപ്പോ ചേർത്തുകൊണ്ട് മുടക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലയംദഹിയന്ന അഖ്വാമൻ വദഇഹിമുൽ ജുമുഅ. ജുമുഅകളെ ചേർത്തുകൊണ്ട് മുടക്കുന്നത് സമുദായം അവസാനിപ്പിച്ചു കൊള്ളട്ടെ. എന്തുകൊണ്ടാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് യഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിക്കും, അവിടെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കുന്നതാണ്. യഖ്തിമന്നല്ലാഹു യഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിക്കും, അവിടെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കുന്നതാ. വള്ളക്കടവിൽ ഒരു പ്രിയപ്പെട്ട വോട്ട് കൊടുക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ അല്ലേ, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് വളരെ താല്പര്യത്തോടെ നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് വലിയ സന്തോഷമായിട്ട് ജീവിച്ച ആ പ്രിയപ്പെട്ട സഹോദരൻ പരിശുദ്ധ റമളാൻ മാസത്തിൽ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാന് എന്ത് ചെയ്യുന്നില്ല, ഓട്ടോ ഓടിക്കാൻ പോകുന്നില്ല. കാരണം നേരത്തെയൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. നേരത്തെ ഓട്ടോ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ വേറെ പല പരിപാടികളുണ്ടായിരുന്നു. പക്ഷേ ഉസ്താദെ ഞാനിനി ഓട്ടോ ഓടിക്കാൻ പോകുന്നില്ല. കാരണം സ്റ്റാൻഡിലേക്ക് വണ്ടി കൊണ്ടുപോകുമ്പോ വണ്ടിക്കകത്ത് വന്നു കയറുന്ന പെൺകുട്ടികളെ വസ്ത്രധാരണം കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങോട്ട് നോക്കിയാൽ നോമ്പ് പോവും, ഇങ്ങോട്ട് നോക്കിയാൽ നോമ്പ് പോവും, സർവ്വതും നഷ്ടമാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പെരുന്നാളിന്റെ സമയമായപ്പോ വന്ന് പറഞ്ഞു, ഉസ്താദെ കഴിയുന്നില്ല. എല്ലാ വർഷവും എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാൻ വസ്ത്രം എടുത്തു കൊടുക്കാറുണ്ട്, ഭാര്യക്ക് ഡ്രസ് എടുത്തു കൊടുക്കാറുണ്ട്. അടിച്ചു പൊളിച്ചു നടന്ന സമയമാണെങ്കിലും പെരുന്നാളിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ ഈ വർഷം എന്റെ കയ്യും കാലം ഇറക്കുകയാണ്. പെരുന്നാളിന് ഒരു 10,000 രൂപയെങ്കിലും പലിശക്കെടുക്കാറ് എന്റെ മക്കൾക്ക് ഡ്രസ് എടുത്തു കൊടുക്കാൻ കഴിയില്ല. കാരണം ഞാൻ വണ്ടി ഓടിക്കാൻ പോയിട്ടില്ല. റമദാനിൽ പേടിയാണ് എന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണെന്ന് പറഞ്ഞു പോലെങ്കിലും സഹോദരങ്ങളെ മാറ്റമുണ്ടാക്കാൻ കഴിയും ചെറുപ്പക്കാരാ, മാറ്റമുണ്ടാക്കാൻ കഴിയും സഹോദരാ. വെള്ളിയാഴ്ച ദിവസം ഒരു അരമണിക്കൂർ മുമ്പ് പള്ളിക്കകത്ത് കയറിയത് കൊണ്ട് എന്ത് നഷ്ടമാണ് എന്റെ സഹോദരാ നിനക്ക് വരാൻ പോകുന്നത്. പള്ളിക്കകത്ത് ചെന്നിരുന്നുകൊണ്ട് സൂറത്തിൽ കഴപ്പെടുത്തു വെച്ചോരാ എത്ര ചെറുപ്പക്കാര് മനസ്സ് വെക്കുന്നുണ്ട്. പെരുങ്കുളത്ത് വന്ന മുസ്ലിം ചെറുപ്പക്കാരോട് പറയുകയാ, നിർബന്ധമാക്കണം ചെറുപ്പക്കാരാ, ഒരു വെള്ളിയാഴ്ച പോലും ഞാൻ സൂറത്തിൽ കഅഫ് മുടക്കൂല. അല്ലാഹ് തീരുമാനിക്കണം സഹോദരാ. ഓരോ വെള്ളിയാഴ്ചയും പള്ളിക്കകത്ത് ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് കഴിയുമല്ലോ സൂറത്തുൽ കഅഫ്. എന്തോ ഒരു ശ്രേഷ്ഠതയാണെന്നറിയോ. അതിന്റെ നന്മ നമുക്ക് അറിഞ്ഞുകൂടാ, പിറവുണ്ടാവാത്തത്. വെള്ളിയാഴ്ച പള്ളിക്കകത്ത് വന്ന് സൂറത്തുൽ കഅഫ് നിങ്ങൾ ഓതിയാൽ ഒരുപാട് നേട്ടമാണ് മുസ്ലിം ചെറുപ്പക്കാരാ. യുവാക്കളെ ഇതിലെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വഴിവെട്ടിയിട്ട് നിങ്ങളെ വിളിക്കുന്നു. സൂറത്തുൽ കഅഫ് ഇല്ലാതെ നിങ്ങളെ എങ്ങനെയാണ് നന്മയിലേക്ക് വിളിക്കാൻ കഴിയുന്നത്? ഒരു വിഭാഗം ചെറുപ്പക്കാരന്റെ കഥയല്ലേ, അസ്ഹാബുൽ കഅഫിന്റെ കഥയല്ലേ സൂറത്തുൽ കഅഫിലൂടെ അല്ലാഹു പറയുന്നത്. അക്രമിയായ രാജാവിൽ നിന്ന് രക്ഷ നേടാൻ ഹിദായത്ത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓട്ടം നടത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കഥയല്ലേ. അത് പെരുങ്കുളത്തെ മുസ്ലിം ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, അത് പെരുങ്കുളത്തെ മുസ്ലിം ചെറുപ്പക്കാരൻ വായിക്കണ്ട്, അത് ഓതികിട്ട് പൊട്ടിക്കറിയുണ്ട്. അല്ലാതെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ആഘോഷിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാർ വിജയുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് അവന്റെ പടം കണ്ട് കൈയടിച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സൂറത്തുൽ കഅഫാണ് മുസ്ലിം ചെറുപ്പക്കാരന്റെ ആഘോഷം എന്ന് പറയുന്നത്. നിന്റെ മുൻഗാമികളാണവർ, വടിവെട്ടി തെളിച്ചു തന്നവരാണവർ, ഉദായത്ത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വിപ്ലവ പോരാട്ടം നടത്തിയവരാണവർ. അവരെ മറന്നുപോകുന്ന ചെറുപ്പക്കാരാ. എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി ഒരു അരമണിക്കൂർ മുമ്പ് പള്ളിയിൽ വന്ന് ഓതണം. അടുത്ത വെള്ളിയാഴ്ച വരെ പൈശാചിക സ്പർശനം നിനക്കുണ്ടാവൂല. അപ്പൊ 3 ജുമുഅ ചേർത്തുകൊണ്ട് മുടക്കിയാൽ അല്ലാഹു സ്വീകരിക്കും. ജുമുഅ മുടക്കുക എന്ന് പറഞ്ഞാൽ ഖുതുബയ്ക്ക് മുമ്പ് പള്ളിയിലെത്തണം. വാളെടുത്തു കൊടുക്കും. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വഈദുൽ മസാഖീർ എന്ന് പറഞ്ഞ് വാളെടുത്ത് ഖത്തീബിന്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറി സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് സൂറത്തുൽ കഅഫും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. അവർക്കാണ് ജുമുഅ കിട്ടുന്നത്. അല്ലാതെ ഇമാം മിമ്പറിൽ കയറുന്ന സമയത്ത് പോലും പള്ളികളുടെ പുറത്ത് വന്ന് ഉപ്പാപ്പാടം ഈസാങ്കലിന്റെ വേണ്ട കാലം കയറ്റി വെച്ച് തുട ചൊറന്നുകൊണ്ട് ഫോണെടുപ്പ് ചെവിയിൽ വെച്ച് ബിസിനസിന്റെ
കമ്പ്യൂട്ടറിന്റെ വസ്തു കച്ചവടത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് ജുമഇല്ല. അറബി ഖുത്ബ ഓതുന്ന പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കണം, എന്നാലേ ജുമ കിട്ടുള്ളൂ. അല്ലാതെ അല്ലാഹു ബടാഹേ എന്നൊക്കെ പറഞ്ഞ് കയറി പ്രസംഗിക്കുന്നവന്റെ ഖുത്ബ ഓതുന്നതിന്റെ മുമ്പ് പോയി കയ്യും കെട്ടി ഉള്ള ജുമ ബാത്തിലാക്കി കളയരുത്. നഷ്ടമാണ് സഹോദര, നഷ്ടമാണ്. ഇതൊക്കെ എന്നാ തുടങ്ങിയത്, എത്ര കൊല്ലമായി എന്ന് നിങ്ങൾ തന്നെ കണക്കാക്കിയാൽ മതി, കണക്ക് ഞാൻ പറയുന്നില്ല. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് അടുക്കും ചിട്ടയുമുള്ള പള്ളിയിൽ പോയി കൃത്യമായി നിസ്കരിച്ച് സന്തോഷമായിട്ട് ഉള്ള ഖുത്ബയും ജുമയൊന്നും കളയാതെ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഹിദായത്തിന്റെ വഴിയിലേക്ക് വിളിക്കുമ്പോ ഒരു ഭാഗം പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ അള്ളാഹു സീല് വെക്കും. ഈമാൻ കൊണ്ട് അള്ളാഹു സീല് വെച്ചവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് എവിടെയാ? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു പിതാവിന്റെ തല വെട്ടിയെടുത്തു കൊണ്ടുവന്ന സഹാബിയുടെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. അറിയില്ലേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയില്ലേ? ഒരു പിതാവിന്റെ തല വെട്ടിയെടുത്ത് പുന്നാര നബി തങ്ങളുടെ മുമ്പ് കൊണ്ടുവച്ച ചെറുപ്പക്കാരന്റെ കഥയറിയില്ലേ? എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, മറക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ആവേശമുണ്ട്, സ്വലാത്തിന് ആവേശമുണ്ട്, സന്തോഷമാണ്. പടച്ചവരെ, റാഹത്തോടുകൂടെ സ്വലാത്ത് ചൊല്ലുന്ന ഞങ്ങള് മദീന കാണാതെ മരിപ്പിക്കല്ല അല്ലോ. 27 രാവിലെ വിളിക്കുന്നത് മദീനയുടെ മുറ്റത്തിരുന്ന് കരുനാഗപ്പള്ളിയിലെ അബ്ദുസത്താർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുകയാ, ഉസ്താദ്, എന്റെ ജീവിതത്തിന് വലിയ ആഗ്രഹമായിരുന്നു അവസാന 10 ദിവസം 5 ദിവസം മക്കത്ത്, 5 ദിവസം മദീനത്ത്. അതുപോലെ ഇപ്രാവശ്യം എനിക്ക് വിസ കിട്ടിയിരിക്കുകയാണ്. 5 ദിവസം മക്കയിലായിരുന്നു, വലിയ റാഹത്തായിരുന്നു. ഇനിയുള്ള 5 ദിവസം ഉസ്താദേ ഞാൻ മദീനത്താണ്. ഇന്ന് 27 രാവാണ്. അസ്ർ കഴിഞ്ഞപ്പോ വെട്ടിക്കരന്നുകൊണ്ട് ആ സഹോദരൻ പറയുന്ന മദീനത്താണ്. സൂചി കുത്താൻ ഇടമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ എന്തോരം ജനത്തിരക്കാണ് ഉസ്താദേ. ഇന്ന് നേരം പുലരുന്നത് വരെ എന്റെ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ലൈലത്തുൽ ഖദർ ചോദിക്കുമെന്ന് പറഞ്ഞു പോയ ആ ചെറുപ്പക്കാരൻ റമദാൻ എല്ലാ മാസവും റമദാനായിരുന്നെങ്കിലും അറിയാതെ കൊതിച്ചു പോകുന്ന മദീന കണ്ടപ്പോലെന്ന് പറഞ്ഞു പോരെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളെ നീ അവിടെ എത്തിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഒരുപാട് പ്രാവശ്യം ഉംറയ്ക്ക് പോയവരിവിടെയുണ്ട്, ഹജ്ജിന് പോയവരിവിടെയുണ്ട്. അല്ലാഹുവേ, അത് മുഴുവനും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീയത്ത് വെക്കണം ചെറുപ്പക്കാരാ, ആഗ്രഹം വെക്കണം ചെറുപ്പക്കാരാ. നമുക്ക് പോകണം, മദീനത്ത് പോകണം, മക്കത്ത് പോകണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സ്വലാത്തിന്റെ വീര്യം കുറയണ്ട. മദീനയുടെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാന്റെ റസൂലിനെ കുറ്റപ്പെടുത്തിയപ്പോ, പ്രവാചകരെ കളിയാക്കിയപ്പോ, പ്രവാചകരെ ചീത്ത വിളിച്ചപ്പോ, പ്രവാചകരെ പരിഹരിച്ചപ്പോ സ്വന്തം ഉപ്പയാണ് മുമ്പ് വന്നുകൊണ്ട് ഇതുപോലെ വിളിച്ചു പറയുന്നതെന്ന് മനസ്സിലാക്കിയ അബൂ ബൈദാ റളിയല്ലാഹു തആല മുത്തു നബി തങ്ങളോട് പറയുന്ന, നബിയേ, എന്റെ വാപ്പ എങ്ങനെ ചീത്ത വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ ഉപ്പ എന്നെ ശകാരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മുത്തു നബിയേ, എന്റെ വാളുകൊണ്ട് ഞാൻ എന്റെ പിതാവിന്റെ തല വെട്ടിയെടുക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട ഉബൈദാ, വേണ്ട. ആദ്യമായി നിന്നെ ചുവട് വെക്കാൻ പഠിപ്പിച്ചത് നിന്റെ വാപ്പയാണ്. വിരൽ തുണ്ട് പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞ് പിച്ച വെച്ച് നടപ്പിച്ചത് നിന്റെ വാപ്പയാണ്. വാള് നിന്റെ കയ്യിലേക്ക് തന്നത് നിന്റെ വാപ്പയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉബൈദാ എന്ന് പറയുന്നത് പറയട്ടെ, ക്ഷമയോടുകൂടി അവിടെ ഇരിക്കാൻ പറയുമ്പോ അബൂ ബൈദത്തിന്റെ ഉപ്പയുണ്ടല്ലോ, മാറുന്നില്ല. ഉപ്പ പറയുന്ന ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ മുഹമ്മദേ, നീ ഭ്രാന്തനാനടാ, നീ വൃത്തികെട്ടവനാനടാ. സഹിച്ചില്ല ചെറുപ്പക്കാരാ, സഹിച്ചില്ല ചെറുപ്പക്കാരാ. നമുക്കെന്താ റസൂലുള്ളാഹിയെ കുറിച്ചാരെന്ന് പറഞ്ഞാ നമുക്കെന്താ, അല്ലാഹുവിനെ കുറിച്ചാരെന്ന് പറഞ്ഞാ നമുക്കെന്താ? എന്റെ ചെറുപ്പക്കാരാ, എവിടെ കൊണ്ടുപോയി തലച്ചോറ് പണയപ്പെടുത്തി ചെറുപ്പക്കാരാ. പലിശ ഒരുപാട് തിന്നപ്പോ, ഒരുപാട് നബിധരിച്ചപ്പോ, ഒരുപാട് കണ്ണു കുടിച്ചപ്പോ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് ഓടി ഒളിച്ചു പോയോ ചെറുപ്പക്കാരാ? എന്റെ പൊന്നുപോലെ അബൂ ബൈദ റളിയല്ലാഹു അൻഹു ചാടി നിൽക്കുകയാ. ഊരി പിടിച്ച ഭാരം കയ്യിൽ വെച്ചുകൊണ്ട് നബി തങ്ങളോട് അനുവാദം ചോദിക്കുന്നില്ല. സ്നേഹത്തിന്റെ നായകൻ അനുവാദം കൊടുക്കില്ലല്ലോ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മുത്തുനബി അനുവാദം കൊടുക്കില്ലല്ലോ. ചാടി നിൽക്കുകയാ. ഉപ്പാടെ മുമ്പ് വന്നിട്ട് പറയുന്നു, ഉപ്പാ, എന്റെ റസൂലുള്ള ഭ്രാന്തനാണെന്ന് പറഞ്ഞ, വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞു, ആ നാവുകൊണ്ട് മുത്തുനബി തങ്ങളെ ചീത്ത വിളിച്ച
എന്റെ വാളുകൊണ്ട് അങ്ങയുടെ തലയോ വെട്ടിയെടുക്കുമെന്ന് പ്രിയപ്പെട്ട വാപ്പാടുണ്ട് നെഞ്ചു വിരിച്ചുകൊണ്ട് പറയാൻ ആവേശം കാണിച്ച ചെറുപ്പക്കാർ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ജറാഹിന്റെ തല വെട്ടിയെടുത്ത് റസൂലുള്ളാഹിയുടെ മുമ്പ് കൊണ്ടുവെക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ മുഖം തിരിച്ചു കളഞ്ഞപ്പോ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ നബിയേ അങ്ങ് തലതിരിക്കണ്ട നബിയേ, അങ്ങ് മുഖം തിരിക്കണ്ട നബിയേ. അബൂ ഉബൈദയുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാന്റെ സീൽ വെച്ചിരിക്കുകയാ നബിയേ. ഇതുപോലെ പറയണം ചെറുപ്പക്കാരാ, ഇതുപോലെ പറയണം ചെറുപ്പക്കാരാ. ഫേസ്ബുക്കിലൂടെ കണ്ട ചുണ്ടു ചുവന്ന പെണ്ണിന്റെ വെളുപ്പ് കണ്ടിട്ട് ആ പെണ്ണിന്റെ പിന്നാലെ ഈമാൻ നശിപ്പിക്കാൻ പോകണ്ട ചെറുപ്പക്കാരാ. വിദേശ രാജ്യത്തിൽ നിന്ന് കൂട്ടുകാരൻ കൊണ്ടുവരുന്ന നിറം മാറുന്ന ഫോറൻ കുപ്പിയുടെ കളർ കാണുമ്പോ അല്ലാഹുവിനെ മറക്കല്ല ചെറുപ്പക്കാരാ. ആരെങ്കിലും പണം തരാമെന്ന് പറയുമ്പോ, സുഖം തരാമെന്ന് പറയുമ്പോ, ഇതുവരെ ഉമ്മയുടെ ഉദരത്തിനകത്ത് ഒരു തുള്ളി വീതത്തുള്ളിയായി കടന്നു വന്ന് മാംസക്കട്ടയായി രക്തക്കട്ടയായി റോഹോരിത്തന്ന് ആരോഗ്യം തന്ന് ഇഴഞ്ഞ് നടന്ന് ഓടിച്ചാടി വളർന്നു വന്ന അധികാരത്തിന്റെ പവറിലിരിക്കുന്ന ചെറുപ്പക്കാരാ, രാജാതിരാജനാട് പടച്ചോട് മറക്കല്ല മോനെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 4 ഹൃദയങ്ങളാ. അതിലൊന്നാമത്തത് പ്രകാശമുള്ള ഹൃദയമാ, രണ്ടാമത്തത് ഖൽബുന്നഖലഖു അടഞ്ഞുപോയ ഹൃദയമാണ്, അടഞ്ഞുപോയ ഹൃദയമാണ്. രണ്ടാമത്തെ അടഞ്ഞുപോയ ഹൃദയമാണ്. മൂന്നാമത്തെ ഹൃദയം ഖൽബുൻ മൻകൂസുൻ തലകീഴായ ഹൃദയമാണ്. തലകീഴായ ഹൃദയം എന്ന് പറഞ്ഞാൽ അവന് ഉപയോഗമുള്ളത് മാത്രം ചെയ്യും, ബാക്കിയുള്ളതൊന്നും ചെയ്യൂല. അവനെന്തെങ്കിലും ഉപയോഗമുണ്ടോ, അത് ദീനിന്റെ ആണെങ്കിലും അല്ലെങ്കിലും അവന് ഉപയോഗമുള്ള കാര്യം മാത്രം ചെയ്യും, ബാക്കിയുള്ളതൊന്നും ചെയ്യൂല. നാലാമത്തത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൽബുൻ മുസ്ഫഹൻ. മുസ്ഫഹൻ എന്ന് പറഞ്ഞാൽ വിശ്വാസവും അവിശ്വാസവും കലർന്നു പോയ ഹൃദയമാണ്. ഇടയ്ക്കിടയ്ക്ക് നിസ്കരിക്കും, ഇടയ്ക്കിടയ്ക്ക് നിസ്കരിക്കൂല. ചില വാപ്പമാര് പറയില്ല മക്കളെ കുറിച്ച്, എന്റെ മോന് സംസം വെള്ളൂ എന്ന് പറഞ്ഞാൽ മരിക്കും, അതുപോലെ മറ്റേ വെള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാ. എന്റെ മോൻ ഒരൊറ്റ ജുമഅ മുടക്കൂല, ഒരൊറ്റ പടവും വിടൂല, വലിയ റാഹത്താ. ഇതാ ഇങ്ങനെ ചില മക്കളുണ്ട്. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ അങ്ങനെയാ. നിസ്കാരം ചെയ്യാൻ മറ്റേ പരിപാടി. ഇത് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നവരാ. വലിയ പാടാ. രക്ഷപ്പെടുന്ന കാര്യം വലിയ പാടാ. അള്ളാഹു വലിയ പറഞ്ഞു. നമ്മളൊരു കാര്യം തീരുമാനിക്കണം. നമ്മളെപ്പോ നന്മയിലേക്ക് നമ്മൾ വിചാരിച്ചുകൊണ്ട് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചിറങ്ങിയാൽ നമുക്ക് സാധിക്കാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന മനസ്സിലേക്ക് നാം ഇതുപോലെ വൃത്തികേടുകളെ നിറച്ചു വെച്ചതുകൊണ്ടാണ്. തിൽക്കദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ആഖിറത്തെ വിജയം, അതുപോലെ തന്നെ അന്തിമ വിജയം, അതൊക്കെ ദുനിയാവിൽ ആഡംബരവും ഫസാദും ഫിത്നയും ഒന്നും കൊതിക്കാതെ ആൺകുട്ടികളെ പോലെ ഭവ്യതയോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു ആ തൗഫീഖ് നമുക്ക് തരുമാറാകട്ടെ. അങ്ങനെയൊക്കെ നിങ്ങൾ തീരുമാനിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ചില അവയവങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സമുദായം അവർക്ക് നരകം ഉറപ്പാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ചില അവയവങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർ ചെറുപ്പക്കാർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. സുന്ദരികളാണ് പെൺകുട്ടികൾ നിലക്കണ്ണാടിയുടെ മുമ്പ് പോയി നിന്നിട്ട് ആ കണ്ണാടിയുടെ മുമ്പ് പോയി നിന്നിട്ട് അവര് പറയൂല്ലേ, ചുണ്ട് ചുമപ്പിച്ചിട്ട് അതേ കവിള് തുടിപ്പിച്ചിട്ട് മതി വരുന്നില്ല. ഇന്ന് സഹോദരിമാര് പുറത്തിറങ്ങുമ്പോൾ ഇടുന്ന പൗഡർ എന്താ? വെള്ള പൗഡറല്ല, പിന്നെയോ റോസ് പൗഡർ. അതൊക്കെ വീട്ടിൽ കാണും. മയക്കുമരുന്ന് പറഞ്ഞ ഒരു ഭർത്താവിനെ ഇവിടെ പിടിച്ചു എയർപോർട്ടിൽ ഭാര്യയ്ക്ക് കൊണ്ട് വന്നത് റോസ് പൗഡർ. താത്ത ഇവിടെ നിന്ന് എഴുതി വിടും, മച്ച അവിടെ നിന്ന് കൊണ്ടുവരും. നിക്കറിനും തസ്ബീനൊന്നും കുറവില്ല, കവിള് ചുമചുമാന്നിരിക്കും ഈ പൗഡർ ഇട്ടാൽ. ചില സഹോദരിമാര് പറയും, ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നല്ലോ, നാളെ തന്നെ വാങ്ങിക്കണം. താനെ കൊണ്ട് അങ്ങനെ ഉപയോഗം. റോസ് പൗഡർ അത് മുഖത്തിട്ടാൽ കവിളിങ്ങനെ തുടുത്തു ചുമന്നിരിക്കും. അതിട്ടുകൊണ്ട് കല്യാണത്തിന് പോയി കാറ്ററിംഗ് സർവീസുകാരൊക്കെ ഇഷ്ടം പോലെ ചിക്കന്റെ പീസ് ഇട്ട് തരും. കഴിക്കുന്ന സുഖമായിരിക്കല്ലേ, ഇഷ്ടം പോലെ കിട്ടും. വീഡിയോക്കാര് മുമ്പേ നിന്ന് മാറൂല, എപ്പോഴും കൂടെ ഉണ്ടാവും. കാരണം ചുമന്ന പൗഡറാണ് ഇപ്പൊ സഹോദരിമാർ ഉപയോഗിക്കുന്നത്, വെള്ള പൗഡർ മാറ്റി.
പല മോഡലുണ്ട്. അതിലൊന്നും കടക്കുന്നില്ല, അതിലൊന്നും സമയമില്ല. ചില അവയവങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നവർ. അള്ളാഹു നമുക്ക് തന്നതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള അവയവമേതാ? അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലേ, അത് ഹൃദയമാണ്, ഹൃദയമാണ്, ഹൃദയമാണ്. 350 ഗ്രാമാണ് ഹൃദയത്തിന്റെ ഭാരം. നമ്മുടെ ഹൃദയം അങ്ങോട്ട് ഈ നെഞ്ചങ്ങോട്ട് വെട്ടിക്കീറിയിട്ട് ഹൃദയമെടുത്ത് പുറത്ത് വെച്ചിട്ട് തൂക്കി നോക്കിയാൽ 350-360 ഗ്രാം മാത്രമാണ് ഭാരം വരുന്നത്. 60 സെക്കൻഡ് കൊണ്ട് 72 പ്രാവശ്യം ഇടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം ഒരു 2-3 സെക്കൻഡ് ഒന്ന് നിന്ന് പോയാൽ അതിന്റെ പേരാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. സൈലന്റ് അറ്റാക്കുകളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 27 രാവിൽ വെള്ളക്കടവ് പള്ളിയിൽ എഴുത്തിക്കാതിരുന്ന ചെറുപ്പക്കാരൻ മുഹമ്മദ് യൂസുഫ് 27 പകലിൽ വൈകുന്നേരത്തോടുകൂടി വെള്ളക്കടവ് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തു. 2 മക്കൾ യതീമീങ്ങളാണ്. വെള്ളക്കടവിന്റെ പരിസരത്ത് ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, കോളനികളുണ്ട്, ഒരുപാട് ചെറിയ ചെറിയ വീടുകളുണ്ട്. അള്ളാഹുവേ, ആ മരണ വീട്ടിലേക്ക് ഞാനൊന്ന് ദ്വാരക്കാൻ പോയപ്പോൾ കട്ടിലിന് മുകളിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ചാടി എഴുന്നേറ്റിട്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ കൂടെ വന്ന ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവും അത് കേൾക്കാൻ. സുബ്ഹാനല്ലാഹ്, യൂസുഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുപോൽ 27 രാവിലെ ആ പള്ളിയിൽ വന്നിട്ട് എത്തിക്കാവുന്ന സഹോദരനാണ്. 2 മക്കളെ യതീമാക്കിയിട്ട് അന്നത്തെ രാത്രിയിൽ സൈലന്റ് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി. പിന്നെ കണ്ണു തുറന്നില്ല. അത്താഴം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയ സഹോദരനാണ്. സുബൈക്ക് പള്ളിയിൽ പോകണം ഉമ്മ, ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടന്നവനാ എഴുന്നേൽക്കുന്നില്ല. വിളിക്കുമ്പോ ശരീരം മരവിച്ചു പോയി. അല്ലാഹുവേ, ആരും അറിയാതെ അടുത്ത് കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തില്ല. കൂടെ കിടക്കുന്ന ഭാര്യ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല. അതാണല്ലോ പുതിയ അറ്റാക്ക് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പുതിയ അറ്റാക്ക്? എങ്ങനെയാണ്? ആരും അറിയാതെ പെട്ടെന്ന് മരണപ്പെടുക, ആരും അറിയാതെ പെട്ടെന്ന് മരണപ്പെടുക. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അങ്ങനെ ഒരു മരണം നീ ഞങ്ങൾക്ക് തരില്ലേ അല്ലാ. ഭർത്താവിനെ പിടിച്ചു കുലുക്കി നോക്കുമ്പോ ശരീരം വല്ലാതെ ഉറന്നിരിക്കുകയാണ്, നെഞ്ചുവല്ലാതെ കൂടിയിരിക്കുകയാണ്. മരണം നിറന്നിട്ട് ഒരുപാട് സമയമായി. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ആ പാവപ്പെട്ട മക്കളെ യതീമിന്റെ സങ്കടം അറിയാതെ നീ വളർത്തിക്കൊണ്ട് വരണേ അല്ലാ. 6 സഹോദരിമാരെ മരണപ്പെട്ടു പോയാൽ നാം നോക്കുന്ന പോലെ നമ്മുടെ മക്കളെ നോക്കാൻ ആരാ ഉള്ളത്? നാം നോക്കുന്ന പോലെ നമ്മുടെ മക്കളെ നോക്കാൻ ആരാ ഉള്ളത്? ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പകരമാകുമോ സഹോദരങ്ങളെ? ആരുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പകരമാകുമോ സഹോദരങ്ങളെ? അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ പെരുങ്കുളത്തെ മജ്‌ലിസിൽ വന്ന് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ദുആ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കണമെന്ന് നിയത്തിലാണ്. മാമരുഭൂമിയും ഭരതകാടും തീർത്തവനേ എൻ തമ്പുരാൻ, മണ്ണും മലരും മണവും മധു തീർത്തവന് യാദൽ ജലാല്. മാമരുഭൂമിയും ഭരതകാടും തീർത്തവനേ എൻ തമ്പുരാൻ, മലരും മലരിൽ മണവും മധു തീർത്തവന് യാദൽ ജലാല്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. രാപകലുകൾ വ്യത്യാസമാകുന്നതിൽ അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. ബുദ്ധിയുള്ളവരെ നിങ്ങൾക്ക് അത്ഭുതമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചിരുന്നത് ആകാശത്തെ കുറിച്ചാ. എന്തുകൊണ്ടാ അങ്ങനെ ചിന്ത വന്നറിയോ? ഹത്താലി ജിബ്രീലു ജിബ്രീലും വഖഫ് ഫീ ശക്തിഹി റൂബൻ ഫവദ്ദഅ വഖതം ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂം. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയില്ലേ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയപ്പോ എന്റെ പ്രിയമുള്ളവരെ ആകാശലോകത്തിന്റെ അത്യത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കണ്ടുപോയി. പിന്നെ ഇവിടെ വന്നു പോയാൽ എപ്പോഴും ആകാശത്തിലേക്ക് ഒരു നോട്ടമാണ്. എന്തോ അത്ഭുതമാ, എന്തോ അത്ഭുതമാ സഹോദരങ്ങളെ.
ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുകയാ, മനസ്സിന് വിഷമം വന്നാൽ, മനസ്സിന് സങ്കടം വന്നാൽ ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളുടെ സങ്കടം മാറ്റിത്തരുമെന്ന് അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാ. ദുഃഖം വന്നിരിക്കുന്നവരെ, പ്രയാസം വന്ന് തളം കെട്ടി നിൽക്കുന്നവരെ, ആകാശത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു പോയാൽ നിങ്ങളുടെ മനസ്സിന്റെ സങ്കടം അല്ലാഹു മാറ്റിത്തരുന്നതാണ്. അത്ഭുതമേ ആകാശം, അത്യത്ഭുതമേ ആകാശം, ആകാശലോകത്തിന്റെ അനുഗ്രഹങ്ങളായ നക്ഷത്രങ്ങള്, താരകോടികള്, ചന്ദ്രനക്ഷത്രാദികളെല്ലാം അത്ഭുതം തന്നെയാണ്. എന്റെ പ്രിയമുള്ളവര്, ഇന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ചെറുപ്പക്കാരെ എന്താ ചിന്തിക്കുന്നത്? ഫേസ്ബുക്ക് ഓണാക്കി പോയാൽ, നെറ്റിലേക്ക് പ്രവേശിച്ചു പോയാൽ സുന്ദരികളായ പെൺകുട്ടികളുടെ ശരീര സൗന്ദര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സമയം കളയുന്ന ചെറുപ്പക്കാരാ, എന്റെ തലച്ചോറിന്റെ ഉറക്കം കെടുത്തുന്നത് എത്രയോ തരുണീമണികളാണ്. ഫേസ്ബുക്ക് അങ്ങോട്ട് ഓണാക്കിയാൽ നല്ല ഓറഞ്ചിന്റെ നിറത്തിലുള്ള പെണ്ണിന്റെ ഫോട്ടോ, ഫാത്തിമ, സന, ആയിഷ, ഹൊന, അങ്ങനെയൊക്കെയാണ് പുതിയ പേര്. ഈ പേരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ച് രണ്ട് കുത്തങ്ങിടും. ഇത് ഏതെങ്കിലും ചിലപ്പോ കൂതറ പെണ്ണുങ്ങളായിരിക്കും, പക്ഷെ ഫോട്ടോ കിട്ടാനാണ് ആർക്ക് പാട്. ഈ ഫോട്ടോ അങ്ങോട്ട് വെക്കുമ്പോ ചെറുപ്പക്കാരിങ്ങനെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഫ്രണ്ട് റിക്വസ്റ്റ് ഫാത്തിമാസന. അപ്പൊ കൂട്ടുകാരനെ വിളിക്കും, എടാ നിന്റെ മൊബൈലിൽ വന്നോ മറ്റേ സാധനം, എന്റെ വന്നടിയാവും, ഒന്നും പറയണ്ടടാ. അല്ലാഹുവേ, ഇതൊക്കെ ഉണ്ടോ? ലോകത്തിങ്ങനെ പെണ്ണുണ്ടോ? ഒളിയാ ഓരോ ദിവസവും കാണുന്ന പെൺകുട്ടികൾ ബാക്കിയുള്ള പെണ്ണുങ്ങളെക്കാളും സൗന്ദര്യമുള്ളതായിട്ട് നിനക്ക് തോന്നിപ്പിക്കും എന്നതാണ് ഇബ്ലീസിന്റെ ഒന്നാമത്തെ ആയുധം. നിന്റെ ഭാര്യയെക്കാളും സൗന്ദര്യം ബാക്കി എല്ലാവരുടെ ഭാര്യയ്ക്കുണ്ടാവും, ഇല്ലേ? അത് ഉറപ്പാസായ. നിങ്ങൾ പെണ്ണാണാൻ പോയപ്പോ തിമിരുമായിരുന്നു, നോക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് നാണം കുടുങ്ങി ഉള്ളതാവട്ടെ എന്ന് പറഞ്ഞ് വരാതെ നോക്കി കെട്ടണമായിരുന്നു. പിന്നീട് കെട്ടിയിട്ട് ഷാനവാസിന്റെ കണ്ടോടാ, ഷംനാദിന്റെ കണ്ടോടാ, എനിക്ക് മാത്രമേ എന്ന് ദീർഘശ്വാസം വിട്ടിട്ടൊന്നും കാര്യമില്ല. അന്ന് നോക്കി കെട്ടണം. ഇന്ന് പിന്നെ കണ്ണു കാണാൻ പറ്റില്ല, മുടി ഇങ്ങനെയല്ലേ ഇട്ടിരിക്കുന്നത്, ഇങ്ങനെ നോക്കുക അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, എല്ലാ ചെറുപ്പക്കാരുടെ ഭാര്യമാർക്കും എന്റെ ഭാര്യക്കാരുടെ സൗന്ദര്യമുണ്ട്. നിങ്ങളുടെ തീരുമാനം അങ്ങനെയാ. അതാണ് ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ശത്രുത. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി നിന്നിട്ട് ജനാലയിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിയാൽ മതി. അപ്പുറത്തെ വീട്ടിൽ പോയിട്ടേ രണ്ടാമത്തേലേക്ക് ജനാല തുറന്നിട്ട് നിന്റെ സ്വന്തം വീട്ടിലേക്ക് നോക്കുമ്പോ ഈ പറയും, ഒന്നോ ഒരു അടിപൊളി പെണ്ണോട് നിൽക്കുന്നല്ലോ, നിന്റെ വെണ്ണ ഏട്ടു എല്ലാം കൂടെ കിടന്നിട്ട് നീ അറിഞ്ഞില്ല. ഇപ്പൊ അപ്പുറത്ത് നിന്ന് മാറി നോക്കിയപ്പോഴാ സൂപ്പർ സൂപ്പർ. ഇതെന്തേ നമുക്ക് തോന്നുന്നത്? എല്ലാവരുടെയും മനസ്സെങ്ങനെയാണ്? സൗന്ദര്യ സങ്കല്പത്തിന്റെ വിഷയത്തിൽ അവിടെയാണ് നമുക്ക് പരാജയം. അള്ളാഹു നമുക്ക് തന്നു, അൽഹംദുലില്ലാഹ്. ഇത് തന്നെയാണ് ഭൂലോക സുന്ദരി. ഇത്തിരി മൂക്കി ചപ്പിയാലും ഇത്തിരി കണ്ണ് ഞണങ്ങിയാലും ഇതിനപ്പുറം സൗന്ദര്യം ഇല്ലാന്ന് സ്വയം തീരുമാനിച്ച് ജീവിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല. വലിയ പാടാ. എത്ര കിട്ടിയാലും 4 വരെ പോകാൻ പറ്റും, അതിനപ്പുറത്തേക്ക് പോകാനും പറ്റില്ല, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാനിത് പറയുന്നത് ഏത് രീതിയിൽ ചിന്തിച്ചാലും സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഇത്തിരി ആർത്തി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്ത എപ്പോഴും ഇങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കി വെച്ചിട്ട്, അല്ലേ? അവളെ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, എവിടെയാണ് താമസിക്കുന്നത്, പെരുങ്കുളത്താണോ കുത്ത് ചോദ്യം. അപ്പൊ മറുപടി അതേ, തിരിച്ച് അതേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ ഒരു വര അടി കയറി. പെരുങ്കുളത്ത് എവിടെ? ഇബ്രാഹിംകട കടയുടെ താഴെ. അവിടെയാണ് എന്റെ ഹൗസ്. 3ാം ക്ലാസ് 4 കൊല്ലം തോറ്റനെ ഔച്ച്. എന്നിട്ട് എഴുതി ഒപ്പിട്ട് വീണ്ടും അങ്ങോട്ട് അയക്കാൻ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറി ഒന്ന് കാണണമല്ലോ. കാണാൻ വേണ്ടി ചെല്ലാൻ മണനാക്ക് ജംഗ്ഷനിൽ വരാൻ പറഞ്ഞു. 15 ബാറ്ററിയാണ് ടോർച്ചിട്ട് അടിച്ചു നോക്കിയാൽ അവിടെ കാണാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ്. ഓറഞ്ചിന്റെ നിറമായിരുന്നു ഫേസ്ബുക്കിൽ, പക്ഷെ മാറി. ഉജാലമുക്കിയത് കൊണ്ടല്ല, നിറം ഒറിജിനൽ അങ്ങനെ തന്നെയാ. എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെ ചിന്തിക്കാൻ എനിക്ക് സമയമുണ്ടല്ലോ. എങ്ങനെ പണം ഉണ്ടാക്കണം ചിന്തിക്കൂലേ? ഈ ഭാര്യമാർ നിങ്ങളെ ചിന്തിപ്പിക്കൂലേ? രാത്രി വന്ന് ഇങ്ങനെ കട്ടിലിരിക്കുമ്പോ പറയും, ഇങ്ങനെ പോയാൽ മതിയോ, ശൈല വീട് വെച്ചു, ജുനൈദ വീടിന്റെ തറക്കല്ലിട്ട്, സൈനവ കുറ്റിയടിച്ച്, നിങ്ങൾ മാത്രം ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നോളൂ, നമുക്ക് വീട് വെക്കണ്ടേ? അപ്പൊ അവനൊക്കെ അങ്ങനെ പറയും, നിങ്ങൾ എത്ര ദിവസം ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും, അത് ദുബായി പോയി വനയ്യാന്റെ ശമ്പളത്തിന് ജോലി ചെയ്ത് എങ്ങനെ കിട്ടും, അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും നമുക്ക് സമയമുണ്ട്. വേണ്ടാന്നല്ല, അതൊക്കെ വേണം. ദീർഘവീക്ഷണം കുടുംബ ജീവിതത്തിൽ ആവശ്യമാണ്. സഹോദരിമാരങ്ങനെ ഒരു നിയന്ത്രണം വെക്കുന്നതിന് നല്ലതാണ്. അപ്പൊ അതൊക്കെ ചിന്തിക്കാൻ നമുക്ക് സമയമുണ്ട്, പക്ഷെ എന്തിന് നമുക്ക് നേരമില്ല.
എന്തിന് നേരമില്ല? അൽ കയ്യിസു മൻ ദാന നഫ്സഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരെന്നറിയുമോ? ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോയാൽ എനിക്ക് എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നവനാണ്. അങ്ങനെ ചിന്തിക്കാൻ ഇന്നത്തെ രാത്രിയിൽ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് സമയം ചെലവഴിച്ച്, ഇന്ന് ഞാൻ മരണപ്പെട്ടു പോയാൽ നൗഷാദ് ബാക്കവി, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ ഇന്നത്തെ രാത്രി മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ ഈ സമയത്ത് പള്ളിപ്പറമ്പിൽ ഖബറിന്റെ അകത്തായിരിക്കും. എന്തുണ്ട് അല്ലാഹ് എന്ന് തീരുമാനിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളോട് ഇങ്ങനെ വാള് പറയാനുള്ളത് കൊണ്ടെങ്കിലും ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോ മനസ്സിലാ ചിന്ത കടന്നു വരാറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളെ പോലെ ഒരു ചെറുപ്പക്കാരനായി എന്റെ ചിന്തയും മരവിച്ചു പോകുമായിരുന്നു. നാളെ വേളയിൽ നരകത്തെ കുറിച്ച് പറയുമ്പോ, അതിന്റെ ആയത്തുകൾ എഴുതി വെക്കുമ്പോ, അതിന്റെ ഹദീസുകൾ എഴുതി വെക്കുമ്പോ ഭയം എന്റെ മനസ്സിന്റെ അകത്തേക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇൽമിന്റെ മജ്‌ലിസിൽ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോകുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കോടതിയിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെയല്ല, പിന്നെ ആരെയാണ്? പെരുങ്കുളത്തുകാരെ. ഏറ്റവും കൂടുതൽ നരകത്തിൽ അല്ലാഹു വലിച്ചെറിയുന്നത് പ്രഭാഷകന്മാരെയാണ്, സാധാരണ ഉസ്താദുമാരെയല്ല, സാധാരണ ആലിമീങ്ങളെയല്ല, പ്രസംഗിച്ച് നടക്കുന്നവരെയാണ്. പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്ന മുത്തഅല്ലിമീങ്ങളെ വേണ്ട. ഡിഗ്രി എടുത്തുകൊണ്ടിറങ്ങിയിട്ട് സ്റ്റേജിൽ പോയി പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉസ്താദുമാരെ വേണ്ട. കാരണം എന്തെന്നറിയോ? ഇത് വല്ലാതെ കഷ്ടപ്പാടുള്ള മേഖലയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിലപിടിപ്പുള്ള കാറിന്റെ അകത്ത് ചാരിയൊന്നുകൊണ്ട് ചേച്ചി വിളിക്കുന്ന ഡ്രസ് ഇട്ടുകൊണ്ട് സ്ലോമോഷനിൽ നടന്നു വന്ന് പ്രസംഗിച്ചിട്ട് പോകാ. ഒന്നും അറിയണ്ട, ഒന്നും ചിന്തിക്കണ്ട എന്ന് തീരുമാനിക്കല്ലേ. ദുനിയാവങ്ങോട്ട് കെടുത്തു പോയാൽ പിന്നെ ആഖിറത്തിന്റെ വിചാരണ ഖബറിന്റെ അകത്ത് തുടങ്ങിയാൽ ഇന്ന് പെരുങ്കുളത്ത് വന്ന ആയിരക്കണക്കിന് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നെയായിരിക്കും. എന്തുകൊണ്ടെന്നറിയോ? എന്നെ 6 കൊല്ലം പഠിപ്പിച്ച ഉസ്താദിന് പ്രസംഗിക്കാൻ കഴിയില്ല. ഇതുപോലത്തെ വലിയ സദസ്സിൽ മണിക്കൂറുകളോളം നിന്ന് പ്രസംഗിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന് കഴിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയാറുണ്ട്, പടച്ചോനെ മറക്കല്ലടാ, പടച്ചോനെ മറക്കല്ല്. അല്ലാഹുവേ, ഞങ്ങൾ അഹങ്കാരികളാക്കല്ല റബ്ബേ. ആരോപണങ്ങൾ പലരും പറയുമെന്റെ പ്രിയപ്പെട്ട പെരുങ്കുളത്തുകാരെ, വീണു പോകണ്ട. 1 മണിക്കൂറിന് 2 ലക്ഷമാ ഫ്ലൈറ്റിലെ പ്രസംഗിക്കാൻ പോകുള്ളൂ. അങ്ങനാണ് ഇങ്ങനാണ് പലതും ഫേസ്ബുക്കിലൂടെ നെറ്റിലൂടെ നിങ്ങൾ അറിയുന്നു. എന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോട് പറയുന്ന എന്റെ സഹോദരാ, ഒരു ഒരൊറ്റ രൂപ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, നിങ്ങളുടെ ബോർഡുകൾ വേണ്ട, നിങ്ങളുടെ പബ്ലിസിറ്റികൾ വേണ്ട, നിങ്ങളുടെ പ്രചരണങ്ങൾ വേണ്ട. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ഒരു മതി. എപ്പോഴെങ്കിലും മരണപ്പെട്ടു പോകാൻ അല്ലാഹുവേ, പടച്ചവനെ, ഒരു ദുആ. പാവപ്പെട്ടവനായിരുന്നു നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്നൊരു ദുആ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയല്ലോ, എന്തോ ഒരു പ്രാർത്ഥനയാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. എത്രയോ ഉസ്താദുമാർ, എത്രയോ പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരന്മാരായ സാരഥികൾ വന്ന് വീട്ടിന്റെ അകത്ത് വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആറുന്നല്ലോ. ഇന്നലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ എന്റെ ഉപ്പായ സ്വപ്നം കണ്ടു. എന്നോട് വന്ന് പറയുന്ന, ഞാൻ കണ്ടതെങ്ങനെയെന്നറിയോ? ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയതാ വെള്ള വിരിച്ച് കിടക്കുകയാ, വെള്ള വസ്ത്രം ധരിച്ച് കിടക്കുകയാ, പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങള് ഉപ്പാടെ ചുറ്റുമിരുന്ന് കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. ഓതിന് തീർന്നിട്ടില്ല മുസ്ലിമേ, ഓതിന് തീർന്നിട്ടില്ല. എന്തുകൊണ്ട്? ഇൽമിന്റെ ബന്ധമാ ചെറുപ്പക്കാരാ, ഇൽമിന്റെ ബന്ധമാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാര്, ഉമ്മമാര്, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. നീ മരണപ്പെട്ടു പോയാൽ നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിനക്ക് വേണ്ടി എന്താ ചെയ്യുന്നതുപ്പാ? അവരിന്ന് ഏത് രീതിയിലാ വളർത്തിക്കൊണ്ടുവന്നതുപ്പാ? ഗാനമേള നടത്താറ്, സർക്കസ് നടത്താറ്, പൂരപ്പറമ്പിൽ ആട്ടം കളിക്കാറ് പ്രിയപ്പെട്ട മക്കളെ പറഞ്ഞു വിട്ട വാപ്പാ. പെരുന്നാളും തന്നെ ആ മക്കളുടെ വിരൽ തുണ്ട് പിടിച്ചുകൊണ്ട് ഹറാമിന്റെ കൂത്തരങ്ങുകൾ കാണാ. ബീച്ചിലും പാർക്കിലും കറങ്ങി നടന്നുകൊണ്ട് 7 വയസ്സുള്ള, 9 വയസ്സുള്ള, 11 വയസ്സുള്ള, 15 വയസ്സുള്ള മക്കളുടെ മനസ്സിലേക്ക് ഹറാമ് കുത്തി നിറച്ചു പോരുണ്ടോ? നീ മരണപ്പെട്ടു പോയാൽ ഒരു ദുആ നിനക്ക് കിട്ടോ? എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലോ എന്നൊരു ദുആ നിനക്ക് കിട്ടോ? അതുകൊണ്ട് ഈ രാത്രി ചിന്തിക്കുക. ലഹും ഖുലൂബുല്ല യഫ്ഖഹൂന ബിഹാ.
അല്ലാഹു തന്ന ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കാത്തവരാണവർ. എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം സഹോദര, നമ്മൾ ഇന്നും മരണപ്പെട്ട നമുക്ക് എന്താണ് ഉള്ളത്? ഒരു കാര്യം ഞാൻ പറയുന്നു, ഇഖ്ലാസോട് കൂടിയാണ് നിങ്ങൾ ഈ സദസ്സിൽ വന്ന് നിന്നും ഇരുന്നും ഈ പ്രസംഗം കേട്ടതെങ്കിൽ ഈ മണിക്കൂറുകൾ നിങ്ങൾക്ക് എന്തായാലും ഖബറിന്റെ അകത്ത് ഉപയോഗമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നല്ല മനസ്സോടുകൂടി എന്റെ സഹോദരിമാരൊക്കെ തീരുമാനിക്കും നമുക്ക് നാളെ, ഇന്ന് മരണപ്പെട്ടു പോയ നാളെ നമ്മുടെ ആഖിറത്തിൽ നമ്മുടെ ഖബറിൽ നമുക്ക് എന്തുണ്ടെന്ന് ചിന്തിക്കണം. നമ്മുടെ മനസ്സിനെ അടർത്തിയെടുത്ത് മണ്ണിൽ കൊണ്ട് വെക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അല്ലാഹു തആല ഈമാനോടുകൂടി ജീവിച്ച് അതേ ഈമാനിൽ മരണപ്പെട്ട് ഖബറിന്റെ അകത്ത് സ്വർഗം പണിയാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ഉൾപ്പെടെ 10 കാലാകുമ്പോൾ നമുക്ക് പിരിയണം. രണ്ടാമത്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഹൃദയം എന്ന് പറയുന്നത് ആ ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കാത്തവരാണ് നരകം അവർക്ക് ഉറപ്പാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വലഹും അയ്യുനുല്ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് അല്ലാഹു കണ്ണുകളെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ലത് കാണുകയില്ല. കണ്ണുകളെ കൊടുത്തിട്ടുണ്ട്, നല്ലത് കാണുകയില്ല. കുലുസിന്റെ കിലുക്കം കേട്ടാൽ വണ്ടി എപ്പോഴേ നിർത്തിയിട്ട് നോക്കും അല്ലേ? ചില ചെറുപ്പക്കാർ ബൈക്ക് ഓടിക്കുമ്പോൾ ക്യാമ്പസിന്റെ മുമ്പ് ചെല്ലുമ്പോഴാണ് ലൈറ്റ് ഇട്ട് കാണിക്കുക. വണ്ടി പുതിയ ഹോൺ അടിയിൽ വെച്ചിട്ടുണ്ട്, ഫിറ്റ് ചെയ്ത്. പ്രത്യേക എയർ ഹോണാണ്. സ്ത്രീകളെ കാണുമ്പോൾ മാത്രം പാപ്പാർക്ക് മാറാൻ വേണ്ടി ആന അമർന്ന പോലെ കീന്ന് മാത്രം. സുന്ദരികൾ നോക്കാൻ വേണ്ടി പ്രത്യേക ലൈറ്റ്, പ്രത്യേക ഹാണും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ ചെറുപ്പക്കാർ. നോട്ടം ഹറാമല്ലേ? ഹറാമായ നോട്ടമാണ് പിന്നെ പല ബന്ധങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ നല്ലത് കാണിക്കാൻ വേണ്ടി നമുക്ക് ചിലവഴിച്ചുകൂടെ? 4 കാര്യങ്ങളിലേക്ക് നോക്കുന്ന കണ്ണുകൾക്ക് അല്ലാഹു നന്മ നിറച്ചു കൊടുക്കുമെന്നാണ്. 4 കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ണുകൾക്ക് അല്ലാഹു നന്മ നിറച്ചു കൊടുക്കും. അതിലൊന്നാമത്തെ കാര്യമേതാ? സഹോദരിമാരെ, സഹോദരങ്ങളെ, യുവാക്കൾക്ക് വേണ്ടി വഴിവെട്ടിത്തെളിക്കുന്ന വേദിയിൽ യുവാക്കളെ ഇതിനെ ഒന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുമ്പോൾ ഈ 4 കാര്യങ്ങളിലേക്ക് നോക്കാറ് ഞാൻ ഉറങ്ങൂല അല്ലാ എന്നെന്റെ ചെറുപ്പക്കാര് തീരുമാനമെടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ. ഒന്നാമത്തത് ഇലൽ കഅബ, അല്ലാഹുവിന്റെ കഅബാലയമാണ് പരിശുദ്ധ മക്ക. ആ മക്കയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ, കഅബയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ, അല്ലാഹുവേ നിങ്ങൾക്ക് പോകാനുള്ള തൗഫീഖ് തരണേ അല്ലാ, പോകാനുള്ള മഹാഭാഗ്യം തരണേ അല്ലാ. മക്ക കാണാൻ, മദീന കാണാൻ കൊതിയില്ലേ ഉമ്മമാരെ? ആഗ്രഹമില്ലേ ഉപ്പമാരെ? ചെറുപ്പക്കാരാ പോകണം. എത്രയോ ചെറുപ്പക്കാര് ഞാൻ ഉംറയ്ക്ക് പോയപ്പോ മക്കയുടെ പരിസരത്ത് ജോലി ചെയ്യുന്ന 14ഓളം ചെറുപ്പക്കാര് വന്ന് വയനാട്ടിലുള്ളവരുണ്ട്, കോഴിക്കോടുള്ളവരുണ്ട്, കണ്ണൂരുള്ളവരുണ്ട്. ഉസ്താദേ, വേറെ ആരുമില്ലാതെ നിങ്ങളോടൊപ്പം ഒരു ഉംറ ചെയ്യാനുള്ള കൊതിയാണ്. കാസറ്റുകൾ വീട്ടിലുണ്ട്, വണ്ടിയിലുണ്ട്, റൂമിലുണ്ട്. 14 ചെറുപ്പക്കാര് വന്നു. സഫാ മറുവയ്ക്കിടയിലെ സഴി കഴിഞ്ഞിട്ട് മറുവയുടെ ഭാഗത്ത് നിന്നൊരു ദുആ-ഉണ്ട്. ആ ദുആ ചെയ്യുന്ന സമയത്ത് 14 ചെറുപ്പക്കാര് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, എല്ലാ മാസവും ഞങ്ങൾ ഉംറയ്ക്ക് വരാറുണ്ട്. അല്ലാഹു ഞങ്ങൾക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും തന്നാലും മക്ക എന്ന് പറയുന്ന ഈ പുണ്യഗേഹത്തിലേക്ക്, കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സങ്കടവും നമ്മൾ മറന്നു പോവുകയാ, എല്ലാ നൊമ്പരവും നമ്മൾ മറന്നു പോവുകയാ. നീയത്ത് വെക്കണം ചെറുപ്പക്കാരാ. മക്ക കാണാൻ, മദീന കാണാൻ നീയത്ത് വെക്കുക. വള്ളക്കടവിലെ പാവപ്പെട്ട 10 സഹോദരങ്ങളെ, സഹോദരിമാര് ഉംറ ചെയ്യാൻ അവർക്ക് നിർബന്ധമില്ല, ഹജ്ജ് ചെയ്യുന്നവർക്ക് നിർബന്ധമില്ല, കഞ്ഞി കുടിക്കാൻ പോലും വകയില്ല. പക്ഷെ അവിടെ മനസ്സിൽ വല്ലാത്ത കൊതിയാണ്. മക്ക കാരണം, മദീന കാരണം. 8 പേരെ കൊണ്ടുപോകാൻ ആളായിട്ടുണ്ട്. 8 പേരെ കൊണ്ടുപോകാൻ ആളായിട്ടുണ്ട്. ഞാൻ കൊണ്ടുപോകാം ഒരാള്, ഞാൻ കൊണ്ടുപോകാം ഒരാള്, ഞാൻ കൊണ്ടുപോകാം ഒരാള്. 10 പേരെ നീയത്ത് ചെയ്തു. ഞാൻ മനസ്സിൽ പാവപ്പെട്ടവരല്ലേ? മക്കയെ കുറിച്ച്, മദീനയെ കുറിച്ച് വള്ളക്കടവ് പള്ളിയിലൂടെ പ്രസംഗിക്കുമ്പോ ആ പള്ളിയുടെ
വിനാടത്തിലൂടെ പുറത്തു കേൾക്കുമ്പോ, വെള്ളിയാഴ്ച ലൈവായി ചാനലുകളിൽ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാര് പൊട്ടിക്കരന്നുകൊണ്ട് ഞങ്ങൾക്ക് പോണ്ടേ മദീനത്ത് മക്കത്തെന്ന് കൊതിക്കുമ്പോ, അങ്ങനെയുള്ള ഉമ്മമാർക്ക് ഒരു അവസരം കൊടുത്തതാണ് 10 പേർക്ക്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പെരുങ്കുളത്തുകാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആരക്കുക. മക്ക കാണാതെ മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. കഅബയെ കണ്ടുകൊണ്ടിരിക്കുന്നത് പുണ്യമാണ്, നോക്കിയാൽ റഹ്മത്താണ്, അടുപ്പ് ചെന്നിരുന്നാൽ റഹ്മത്താണ്, തൊട്ടാൽ റഹ്മത്താണ്, കോടിക്കണക്കിന് പ്രതിഫലമാണ് അല്ലാഹു മക്കയൊന്ന് കണ്ടുവരുമ്പോൾ ഒരു മനുഷ്യന് കൊടുക്കുന്നത്. അതൊരിക്കലും നിസ്സാരമല്ല, അതൊരിക്കലും ചെറുതല്ല. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് പറയുന്നത് എവിടെ നോക്കുമ്പോഴാണ് പുണ്യമെന്നറിയോ? ഇലൽ ഖുർആൻ, ഇലൽ ഖുർആൻ. ഖുർആനിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതിൽ വല്ലാത്ത പുണ്യമാണ് പെണ്ണേ. 27 രാവിന് ഓതിയിട്ട് ചന്ദനത്തിരിയെടുത്ത് മടക്കി അടയാളം വെച്ച ഖുർആൻ അടുത്ത റമദാൻ എല്ലാരും നോക്കൂലാന്ന് തീരുമാനിച്ച പെണ്ണേ, ഇന്ന് നിങ്ങൾക്ക് ഞാൻ സൂറത്ത് തൗബയിൽ ഒരായത്ത് പറഞ്ഞു തരാ പോകരാ. വീട്ടിൽ പോയിട്ട് ഉലൂടപ്പെട്ട ആയത്ത് കണ്ടുപിടിക്കുക, അത് അടയാളപ്പെടുത്തുക. എല്ലാ ദിവസവും ഒരു 3 പ്രാവശ്യമെങ്കിലും നിത്യമായിട്ട് അത് ഓതാ തീരുമാനിക്കുക. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു എന്തേ മിണ്ടാതിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ എന്നാൽ ഏറ്റവും സ്വീകാര്യോഗ്യമായ കിതാബ് സഹീഹുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിനെ പരിചയമില്ലേ? പെരുങ്കുളത്തുകാരെ പരിചയമില്ലേ? നിങ്ങളുടെ പരിസരത്തൊരു സ്ഥാപനമുണ്ടല്ലോ, ദാറുൽ ഇർശാദ്. ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് മമ്മിക്കുട്ടി ഹസ്രത്തല്ലേ? എന്ന് ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കളിൽ വല്ലാത്ത മഹാനാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു വിഷമങ്ങളെ മാറ്റി കൊടുക്കട്ടെ. ശബ്ദമടഞ്ഞ് തൊണ്ടകടഞ്ഞ് സംസാരിക്കാൻ കഴിയാറ് ഈ വിനീതൻ വല്ലാതെ വിഷമിച്ചിരുന്ന 3 മാസ കാലയളവില് മന്നാനി അറബി കോളേജിൽ മമ്മിക്കുട്ടി ഹസ്രത്ത് വന്നെന്നറിഞ്ഞപ്പോൾ ഓടിച്ചെല്ലുകയാണ് കാണാൻ. മുസാഫഹത്ത് ചെയ്തു. എല്ലാ ദിവസവും അസ്ർ കഴിഞ്ഞിട്ട് കൈ തൊണ്ടയിൽ വെച്ചുകൊണ്ട് ഓതാൻ ഒരു ആയത്ത് പറഞ്ഞിരുന്നു. 23 ദിവസം ഓതാൻ പറഞ്ഞു. 23 ദിവസം ഓതാൻ പറഞ്ഞു. എങ്ങനെയാണെങ്കിലും അവനൊരു തീരുമാനം വരുമെന്ന് പറഞ്ഞു. 23 ദിവസം സംസാരിക്കാൻ കഴിഞ്ഞില്ല, ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല, വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്നു. 23 ദിവസം ഓതാൻ പറഞ്ഞു. 23ന്റെ അന്നായിരുന്നു ഓപ്പറേഷൻ. കറക്റ്റ് ആ ദിവസം ഓതി തീർന്നപ്പോ അന്നായിരുന്നു തൊണ്ടയിൽ ഓപ്പറേഷൻ നടന്നത്. അവരൊക്കെ വലിയ വലിയ മഹത്തുക്കളാണ്. ചില മഹാന്മാരൊക്കെ ഒന്നും പഠിക്കൊന്നും വേണ്ട, ഒന്നും ചോദിക്കാൻ വേണ്ട, അവരത് ചെയ്തോളാൻ പറഞ്ഞാൽ ചെയ്തോളാം, അപ്പോഴേ രക്ഷപ്പെടും. അള്ളാഹു ഗുരുനാഥന്മാരുടെ ഗുരുത്വം നമുക്ക് തരുമാറാകട്ടെ. അദ്ദേഹം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പുണ്യകർമ്മമാണ് ഖത്മുൽ ബുഖാരി. ബുഖാരി എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർന്ന് പ്രസംഗിച്ചൊരു ദുആ. അത് മന്നാനി അറബി കോളേജിൽ ഇപ്പോൾ സ്ഥിരം നടക്കുന്നുണ്ട്. ഇപ്പോ പട്ടിക്കാട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ കണ്ടപ്പോൾ ആലിക്കുട്ടി ഉസ്താദിന്റെ ദർസൊക്കെ ഭയങ്കര സംഭവമാണ്. ആലിക്കുട്ടി ഉസ്താദിന്റെ അടുത്തൊക്കെ പോയി ദർസിന് പോയിരുന്നു നോക്കിയാലല്ലോ, സുബ്ഹാനല്ലാഹ്. കിതാബ് എടുത്ത് മുമ്പ് വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞ് നഴ്സറി കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ 20-25 വയസ്സുള്ള ഫൈസാബാദിലെ പട്ടിക്കാട് പഠിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കും. കൃത്യമായിട്ട് ഓരോ വാക്കുകൾ അദ്ദേഹം പറയുന്നു. ഓരോ ബുഖാരി പഠിപ്പിച്ചു തീരുമ്പോഴും ഇത് ചെയ്യുന്ന ദുആയൊക്കെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. അത്രയ്ക്ക് ശ്രേഷ്ഠമായ കിതാബാണ് ബഹുമാനപ്പെട്ട ഇമാമുന ബുഖാരി. അല്ലാഹു ഈ തർദിയത്തിന്റെ പുണ്യം കൊണ്ട് നമ്മുടെ ഇന്നത്തെ ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കൊന്നും അത് ഓതി തീരാനുള്ള യോഗ്യതയില്ല സഹോദരങ്ങൾ. കോളേജിലൊക്കെ പോയാൽ ഒരു കൊല്ലം കൊണ്ട് ഡിഗ്രി എടുത്ത് ഇറങ്ങി ജീവിക്കണം എന്ന് പറഞ്ഞ ആഗ്രഹം കൊണ്ട് പോകുമ്പോൾ ഇതൊന്നും ആദ്യം മുതൽ അവസാനം വരെ ഓതാനെന്ന് വരെ നിൽക്കൂല. വലിയ കിതാബല്ലേ. ആ ബഹുമാനപ്പെട്ട കിതാബ് എഴുതിയ ബുഖാരി ഇമാമിന്റെ ഉസ്താദ് മരണപ്പെടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളോട് പറയുകയാ, ഒന്നുമില്ലാതെ എന്റെ മയ്യത്ത് കിടക്കുന്ന റൂമിലേക്ക് ഒരാൾ പോലും കടന്നു വരാ പാടില്ല. ഒന്നുമില്ലാതെ എന്റെ മയ്യത്ത് കിടക്കുന്ന റൂമിലേക്ക് ഒരാൾ പോലും കടന്നു വരാ പാടില്ല. ശിഷ്യന്മാർ ചോദിക്കുന്നു, ബഹുമാനപ്പെട്ടവരെ എന്തേ കാരണം?
ഒന്നുമില്ലാതെ പള്ളിയിലേക്ക് വരെ കിടക്കാമല്ലോ, ഒന്നുമില്ലാതെ അങ്ങയുടെ മയ്യത്ത് കിടക്കുന്ന റൂമിൽ കിടക്കാൻ പാടില്ലെന്ന് പറയാ. കാരണമെന്ത്? ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിന്റെ ഉസ്താദ് അവരുകൾ പറഞ്ഞു കൊടുക്കുകയാ, ഈ റൂമിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് 25,000 പ്രാവശ്യം ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട് കേട്ടോ. ഈ റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് 25,000 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ടത്രേ. അല്ലാഹുവേ, ഒരു പ്രാവശ്യം പോലും ഖത്തമോദാത്തവരെവിടെയുണ്ട് റബ്ബേ, ഒരു പ്രാവശ്യം പോലും ഒന്ന് ഓതി തീർക്കാത്തവരെവിടെയുണ്ട് റബ്ബേ. ഖുർആൻ ഇറങ്ങിയ പരിശുദ്ധ റമളാൻ മാസത്തില് ഓതി തീർക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് പഠിച്ചവര്. ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നുമകൻ 8 മാസം കൊണ്ട് ഹാഫിളായി. അല്ലാഹുവേ, ആ പുണ്യം നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ, നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. 8 മാസം കൊണ്ട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നുമകൻ ഹാഫിളായിരിക്കുകയാണ്. കൊതിയില്ലേ സഹോദരങ്ങളെ, കൊതിയില്ലേ? ഇവിടെ പരിസരത്തൊരു അൽ ബുർഹാൻ ഉണ്ടല്ലോ, ഒരുപാട് കുഞ്ഞുമക്കൾ പഠിക്കുന്നുണ്ടല്ലോ. ആ സ്ഥാപനത്തിന് അല്ലാഹു ഐശ്വര്യം ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. എനിക്കെല്ലാ സ്ഥാപനങ്ങളോടും ഇഷ്ടമാണ്, എനിക്കൊന്നിനോടും വെറുപ്പില്ല. വളരട്ടെ, ഉയരട്ടെ, തൊപ്പിയിട്ട താടി വെച്ച തലയിൽ കെട്ടുകെട്ടിയ വെള്ളവസ്ത്രം ധരിച്ച ഇസ്ലാമിന്റെ മക്കളെ വളർന്ന് ബന്ധരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം അല്ലാഹു കൊടുത്തിട്ടുണ്ടോ മാതാപിതാക്കളെ? 25,000 പ്രാവശ്യം ഒരു റൂമിന്റെ അകത്തിരുന്ന ഖുർആൻ ഓതി തീർത്തുവത്രേ. അതുകൊണ്ട് ഒന്നുമില്ലാതെ കിടക്കല്ലേ, ഒന്നുമില്ലാതെ കിടക്കല്ലേ എന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പറയുകയാണ്. ഇതിൽ ഖുർആനിലേക്ക് നോക്കിയാൽ, ഖുർആനിലേക്ക് നോക്കിയാൽ അല്ലാഹു പടച്ചറന്തരാ നിങ്ങളുടെ കണ്ണിന് നന്മ തരുന്നതാണ്. മൂന്നാമത് എവിടേക്കാണ് നോക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതെന്നറിയോ? മൂന്നാമത് എവിടേക്കാണ് നോക്കാൻ പടച്ചവന്റെ റസൂൽ പറയുന്നതെന്നറിയോ? മാതാപിതാക്കളുടെ മുഖത്തേക്കാണ്, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ അറപ്പ് കാണിക്കുന്ന ചെറുപ്പക്കാരാ, വാപ്പാടെ മുഖത്തേക്ക് നോക്കാൻ അറപ്പ് കാണിക്കുന്ന ചെറുപ്പക്കാരാ. മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയാൽ അല്ലാഹു നിനക്ക് പുണ്യം തരുന്നതാണ്. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു, ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ അല്ലാഹു നിനക്ക് നന്മ തരുന്നതാ സഹോദരങ്ങളെ. അല്ലാഹു നമ്മുടെ ഉമ്മാടെ പുറത്ത് കീടനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. പെരുന്നാൾ നമ്മുടെ ഉമ്മാരെടുത്തു പോയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചോ ചെറുപ്പക്കാരെ? ഉമ്മാടെടുത്തിരുന്ന് പെരുന്നാളിന്റെ ഒന്ന് ചോറ് കഴിച്ച മക്കളൊന്ന് കൈവയ്ക്കേ. അല്ലാഹു ഈ കരങ്ങളെ മാതാപിതാക്കളോടൊപ്പം ഹൗദുൽ കൗസറിലേക്ക് വിളിച്ചു കൊണ്ടുപോകാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. എത്രയോ ഉമ്മമാര് വീട്ടിന്റെ അകത്തിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്നറിയോ? റമളാനിൽ ഒരുപാട് പരിപാടികൾക്ക് പലരും വിളിക്കുമെങ്കിലും ഒരു പ്രോഗ്രാം മാത്രം എടുക്കാറുള്ളൂ ഓരോ ജില്ലയിൽ. ഈ വർഷം മലപ്പുറം ജില്ല ചങ്ങരംകുളത്തായി അല്ലാഹുവേ, അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കൊണ്ടുപോയി വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു. നോമ്പ് തുറക്കാൻ വേണ്ടി ചെന്നിരുന്നു. ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, അവിടുത്തെ മതപ്രസംഗത്തിന്റെ സംഘാടകയിൽ പ്രധാനപ്പെട്ടയാളാണ്. ഞാൻ ചോദിച്ചു, ഉമ്മായുപ്പായ പ്രായത്തല്ലേ? അത് ഇവിടെ ഉപ്പ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഉമ്മായും പിന്നെ ജ്യേഷ്ഠനും 2 സഹോദരിമാരും അപ്പുറത്തെ വീട്ടില. ഞാൻ പറഞ്ഞു, അവരിവിടെ വന്നില്ലേ? അവര് വരില്ല, അവര് പിണക്കോ. പറഞ്ഞു, ഇത്രയും ആള്, നാട്ടിലുള്ള ഇത്രയും ആള്, ഞാൻ ഉൾപ്പെടെ, എന്റെ കൂടെ വന്ന ഉസ്താദുമാര്, എന്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെയുള്ളവരൊക്കെ അന്നുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ആ വലിയ സദസ്സിൽ എന്തുകൊണ്ട് അവരെ വിളിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറയാം, അത് 12 കൊല്ലം കൊണ്ട് പിണക്കത്തില. വാപ്പായും ഉമ്മായും ജ്യേഷ്ഠനും 2 സഹോദരിമാരും ഒരു വീട്ടിൽ, അതിന്റെ ഇപ്പുറത്ത് വാപ്പായും ഒരു മോനും വേറൊരു വീട്ടിൽ മാറി താമസിക്കുക. അടുത്തടുത്ത് വീടാ, കണ്ടാ മിണ്ടൂല, നോക്കൂല, പിണക്കമാണ്. അടുത്തടുത്ത് വീട്, മതില് പോലും ഇല്ല സഹോദരൻ. അല്ലാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, നോമ്പ് തുറക്കാൻ പോകുന്നത് കൊണ്ട് ഈ കാരയ്ക്ക മാത്രം ഞാനിപ്പോ കഴിക്കുന്നു. ഞാനിവിടെ അത് പറയാൻ വന്നയാളാണ്. പക്ഷേ നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൽ എനിക്ക് ഇന്ന് ഹറാമാ, ഞാൻ കഴിക്കൂല. കാരണം എന്താണെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്നെ പ്രസവിച്ച ഉമ്മ നിന്നോട് പിണങ്ങി അപ്പുറത്ത് കഴിയുമ്പോൾ ഞാൻ നാട് നന്നാക്കാൻ വേണ്ടി വാതു പറയാൻ വന്നിട്ട് നിന്റെ വീട്ടിൽ നീ ചാപ്പാട് കഴിച്ചുകൊണ്ട് പോയാൽ എനിക്ക് ആ ചാപ്പാട് ശരിയാവും. ഞാൻ പറഞ്ഞു, എനിക്ക് ഉമ്മായെ കാണും. അപ്പോ ഈ പ്രിയപ്പെട്ട പിതാവിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളും പിന്നെ മോനും കൂടെ നിൽക്കണം, അപ്പുറത്ത് ഉമ്മായെ കണ്ടിട്ട് വരാം. അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ നിന്ന് ഉമ്മയെ കാണട്ടെ എന്ന് പറഞ്ഞു ഉമ്മായെ വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന ഉമ്മായെ നിങ്ങളൊന്ന് കാണണം.
12 കൊല്ലമായി പിണങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, എന്റെ സഹോദരങ്ങളെ മക്കളെ നോക്കി മക്കളെ വളർത്തി നടു കൂനിപ്പോയി. പ്രായം ചെന്ന ഉമ്മയാ, കണ്ണു കുഴിയിലേക്ക് വീണുപോയി, തലയിൽ തട്ടമെല്ലാം വിട്ട് എന്റെ മുമ്പ് വന്നിട്ട് പറയുന്നു, ഉസ്താദേ എന്റെ മക്കൾ ഒന്നാവുന്നത് കണ്ടിട്ട് എനിക്ക് മരിക്കണം, എന്റെ ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി എനിക്ക് മരിക്കണം, എന്റെ മക്കൾ എന്നെ അതിനനുവദിക്കുന്നില്ല. 5 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ആ ബന്ധത്തെ ഞാൻ കൂട്ടിയിണക്കിയപ്പോൾ ആ നാട്ടുകാർ മൊത്തവും കരഞ്ഞു. അവര് പറഞ്ഞു, എന്തുകൊണ്ട് മതപ്രസംഗം നടത്തിയില്ലെങ്കിലും ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. അതിന്റെ മെയിൻ സംഘാടകനാണ്. ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിലേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പ്രായം ചെന്ന ഉമ്മയെ വിരൽത്തുമ്പ് പിടിച്ച് ഞാൻ കൊണ്ടിറങ്ങി വന്നു. സഹോദരിമാരും മക്കളും വന്നു. കൂടെ വന്ന് എന്റെ കസേരയുടെ തൊട്ടടുത്ത 2 പേര് ഇരുത്തി ഭർത്താവിനെ കണ്ടതും ഈ ഉമ്മാമ കയറി ഒരൊറ്റ കെട്ടിപ്പിടുത്തുവാ. എന്റെ പ്രിയപ്പെട്ട മുമ്പിലിരുന്ന ചെറുപ്പക്കാരൊക്കെ ഫോട്ടോ എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ ഇത് ഞങ്ങൾ കേരളത്തിലുള്ള ജനങ്ങളെ അറിയിക്കാൻ പോവാ. 12 കൊല്ലം കൊണ്ട് പിണങ്ങിക്കഴിഞ്ഞ ആ കുടുംബം ചേർന്ന് പോയി. ആ ഉപ്പയും ഉമ്മയും ഒരുപാട് നേരം കെട്ടിപ്പിടിച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഈ റമദാൻ കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് മരിക്കണം, അടുത്ത റമദാൻ വരെ ജീവിച്ചിരിക്കണം, ഇന്ന് കൊതിയില്ല എന്ന് പറഞ്ഞ് ആ കുടുംബം ചേർന്ന് ഇണങ്ങിപ്പോലെങ്കിൽ പെരുങ്കുളത്തുള്ളവരെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലകത്തിരുന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണെങ്കിൽ എന്റെ ചെറുപ്പക്കാരെ, 100 കണക്കിന് പെൺമക്കൾക്ക് നിങ്ങൾ ഭർത്താക്കന്മാരെ കൊണ്ട് കൊടുത്താൽ, 1000 പള്ളികൾ വെച്ചാൽ, എത്ര ഭീതി വിപ്ലവങ്ങൾ നടത്തിയാൽ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു സെക്കൻഡ് പോലും സ്വീകരിക്കപ്പെടുകയില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. ഉമ്മ നിങ്ങൾ അടിച്ചാലും ഇടിച്ചാലും ഉപദ്രവിച്ചാലും ശകാരിച്ചാലും ചീത്ത വിളിച്ചാലും കുറ്റപ്പെടുത്തിയാലും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ പെരുന്നാൾ എന്ന് കഴിഞ്ഞാൽ അടിപൊളി സമ്മാനം തരും. ഞാൻ പറഞ്ഞു, എന്താണ്? ഒരു ചെറിയ പെനകത്തി. ഉസ്താദ് പ്രസംഗത്തിന് മുമ്പ് വണ്ടി വെച്ചിരിക്കണതല്ല എന്ന് പറയാം. ഞാൻ പറഞ്ഞു, സാധാരണ നമ്മൾ ആലോചിച്ച് നോക്കിയ പെരുന്നാളിന്. അപ്പൊ അവൻ പറയുന്നു, നമുക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് പറയാം. ഏതെങ്കിലും ഒരു ചരിത്രം എല്ലാ ദിവസവും ശുഹദാക്കളുടെ ചരിത്രം പറയും. ഒരു ദിവസം റമദാന് ഞാൻ ചോദിച്ചു, ഇനി ഓഡിയൻസ് ചോയ്സ് ആണ്, നിങ്ങൾക്ക് പറയാം ആരുടെ ചരിത്രം പറയണം. അപ്പൊ ഒരുത്തം പറയാം, വാപ്പാടെ നിലവെട്ടിയന്റെ ചരിത്രം പറഞ്ഞാൽ മതി. അവർക്ക് കൊട്ടേഷനും വെട്ടും കുത്തും, അതൊക്കെയാണ് കേൾക്കാനൊരു ആവേശം. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കാരണം മാറ്റം ഞങ്ങൾക്ക് ഉണ്ടായി എന്ന് അവർക്ക് തന്നെ അറിയാം. പട്ടിണി കിടന്നാലും ഇനി പലിശ വാങ്ങൂല, എത്ര സുഖവും രസവും കിട്ടുമെന്ന് പറഞ്ഞാലും കള്ളു കുടിക്കൂല. ഒരുപാട് പേര് തീരുമാനിച്ചിട്ടുണ്ട്, ആണും പെണ്ണും ഉൾപ്പെടെ സർവ്വതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ആ രീതിയിലൂടെ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർ രംഗത്ത് വരണം. ഉറപ്പായും വരണം. ഒരു ഭാഗത്തും ഈ പ്രദേശത്തൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട് വടക്കു ഭാഗത്തുനിന്ന് കുറെ സമയം മാറ്റി ഇപ്രാവശ്യം ഇങ്ങനെ ഡേറ്റ് കൊടുക്കാൻ കാരണം നമ്മുടെ നാടുകൾ ഇച്ചിരി ഗാനമേള കൂടിപ്പോയി, ഇത്തിരി സർക്കസ് കൂടിപ്പോയി, ഇച്ചിരി അഴിഞ്ഞാട്ടം കൂടിപ്പോയി. അള്ളാഹുവിന്റെ കോടതിയിൽ പോയി സമാധാനം പറയുമ്പോ അതിന്റെ ഒന്നാമത്തെ പന്തിയിൽ നിൽക്കേണ്ടത് ഞാനായിരിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, വെട്ടിക്കിട്ടാൻ തുടിക്കുന്ന ഈമാനിന്റെ രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരായി അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറാൻ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നത് നന്മയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവസാനം നിങ്ങൾ നോക്കിയിരുന്ന നന്മ കിട്ടുന്ന 4ാമത്തെ ഭാഗമേതാ? ഇലൽ ഉലമാഇൽ ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ പുണ്യമാണ്. അല്ലാഹുവേ, നിങ്ങൾ എത്ര ഉഖ്റവിയായ പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട്. എന്നെ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തണ്ട, അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ആലിമാകണ്ട, മുത്തല്ലിമാകണം. ഒരുപാട് കിതാബുകൾ പഠിച്ച തടവ ഉസ്താദ് കിതാബ് കയ്യിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയി. എന്തുകൊണ്ടാ? മനസ്സിലൊക്കെ തുരീക്കൽ യത്മിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു തുരീക്കൻ ഇലൽ ജന്ന. ഇൽമ പഠിക്കുന്ന വഴിയിലേക്ക് ഇറങ്ങിയാൽ, ആ വഴിയിൽ വെച്ച് മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തഴവ ഉസ്താദ് അങ്ങനെ കിതാബ് കയ്യിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയി. സ്വർണം വന്നുകൊണ്ടിരിക്കുന്നു, ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ ദുആ ചെയ്തോളാം. ഈ ഇരിക്കുന്ന ഉസ്താദുമാരെ നിങ്ങൾ പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല, ഇവരൊക്കെ എനിക്കറിയാം. മാനി ഉസ്താദിന്റെ കൂട്ടുകാരൻ, പിന്നെ ബാക്കിയുള്ള ഉസ്താദുമാരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പരിചയമുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ അവരെയും ആ കൂട്ടത്തിൽ പെടുത്തേണ്ട. അവരൊക്കെ സാധുക്കളാണ്. വലിയ ഉസ്താദുമാരുണ്ടല്ലോ അല്ലേ? വടക്കം ഭാഗത്ത് അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു എന്തൊരു അത്ഭുതമാണ്. ചെമ്പിലങ്ങാട് ഉസ്താദ്, മാത്തൂർ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഗുരുത്വവും നമുക്ക് തരുമാറാകട്ടെ.
നമ്മളെ പോലെ വിലപിടിപ്പുള്ള വസ്ത്രമൊന്നും അവർ ധരിച്ചിട്ടില്ല, വിലപിടിപ്പുള്ള വാഹനത്തിൽ അവർ യാത്ര ചെയ്തിട്ടില്ല. മരിക്കുന്ന സമയത്തും ചോർന്നൊലിക്കുന്ന ഓലപ്പുര കാളമ്പാടി ഉസ്താദിന്റെ തറവാടായിട്ട് അറിയപ്പെട്ടിരുന്നു എങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇൽമധികരിക്കും. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനുണ്ട് കാപ്പിൽ ഉമർ ഉസ്താദ്, പൊട്ടച്ചർ അൻവരി അറബി കോളേജിൽ ഞാൻ പഠിച്ചപ്പോ മുനീർ അൻവരി ഉസ്താദൊക്കെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. പൊട്ടച്ചർ അൻവരി അറബി കോളേജിൽ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇൽമ പറഞ്ഞു തന്ന കാപ്പിൽ ഉമർ ഉസ്താദ്. അള്ളാഹു എന്തൊരു വിനയമാണ്. ആലിമീങ്ങളൊക്കെ അങ്ങനെയാണ്. ഇന്ന് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ലോ മോഷനിലേ നടക്കുള്ളൂ അല്ലേ? ഇന്ന് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ലോ മോഷൻ. ഉസ്താദുമാരൊക്കെ വേറെ, ഉസ്താദുമാരൊക്കെ മോഡൽ. എല്ലാവരെയും തള്ളിക്കളഞ്ഞ് ഇത്തിരി പ്രസംഗിക്കാനും കൂടി കഴിവുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും പറയണ്ട, എല്ലാം നമ്മുടെ കൈക്കീഴിലായി. ഇത്തിരി സ്വരവും കൂടി അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ സുന്നത്തിയെ മാത്രം വേണ്ട, ഒന്നും വേണ്ട. സ്വന്തം കാര്യം നോക്കുക, പണം ഉണ്ടാക്കുക, അടിച്ചു പൊളിക്കുക, തകർക്കുക എന്നതിനപ്പുറം ഗുരുനാഥന്മാരോട് മഹബത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അള്ളാഹുവെ പടച്ചവരെ, പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ ഉരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് താ. അമ്മിക്കുട്ടി അസരത്തിനെ പോലെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കണയല്ല. പലപോലും പള്ളിയിൽ കിടന്നിറങ്ങുന്ന അബ്ദുൽ കരീം ഉസ്താദിനെ പോലെയുള്ള വെള്ളാഞ്ചിറ ഹുദൈബിയ അറബിക്കോടയുടെ തിരുമുറ്റത്ത് കിടന്നിറങ്ങുന്ന യൂസുഫ് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണയല്ല. അവരൊക്കെയാണ് ഖുർആനിലെ ആലിമീങ്ങൾ. അല്ലാഹുവേ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണയല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രീതിയിലൂടെ നിങ്ങളുടെ കണ്ണുകളെ ചിലവഴിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ദുആയിലേക്ക് വരാം. ഖുർആൻ പറയുന്ന അവർക്ക് കാതുകളെ കൊടുത്തിട്ടുണ്ട്. ലാ യസ്മഊന ബിഹാ, കേൾക്കാനുള്ളതൊന്നും അവർ കേൾക്കുകയില്ല, കേൾക്കേണ്ടതൊന്നും കേൾക്കുകയില്ല. അത്യന്താധുനിക വാദ്യോപകരണ സംഗീതങ്ങൾ കേട്ടുകൊണ്ടുറങ്ങുന്ന ചെറുപ്പക്കാരാ, ആ സംഗീതം കേട്ടുകൊണ്ട് ഉണരുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് കേൾക്കൽ വല്ലാത്ത പുണ്യമാണ്, വല്ലാത്ത പുണ്യമാണ്, സന്തോഷമാണ്. ഞാനിപ്പോ 2 ദിവസം മുമ്പ് സിയാറത്തിന് പോയിരുന്നു. മൈസൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കർണാടക കഴിഞ്ഞ് മൈസൂര് വനാന്തരത്തിന്റെ അകത്തളങ്ങളിലൂടെ എവിടെയാണ് പോയത്? ബഹുമാനപ്പെട്ട കലന്തർ പീർ മുഹമ്മദ് സാ വലിയുള്ളാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാം സിയാറത്തിന് പോയി. അവിടെ താമസിച്ച് അത് കഴിഞ്ഞിട്ട് പോയി ദാദാ ഹയാത്ത് എന്ന് പറയുന്ന മൈസൂരിന്റെ അങ്ങേ ഭാഗത്ത് വനാന്തരങ്ങൾ കടന്ന് ദാദാ ഹയാത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ചെറുപ്പക്കാരാ, കറങ്ങാനും പണം ചിലവഴിച്ചുകൊണ്ട് അടിച്ചു പൊളിക്കാൻ ചിലവഴിക്കുമ്പോ മഹാന്മാരെ മഖാമുകൾ സിയാറത്ത് ചെയ്യുന്നത് വല്ലാത്ത പുണ്യമാണ്. അവിടെ പോയി സിയാറത്ത് ചെയ്ത് മടങ്ങി വരുന്നവര് എന്റെ കൂടെ വന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ ഈ വിനീതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണിട്ട് കേട്ടുകൊണ്ടിരുന്നത്. എന്തോ ഒരു സന്തോഷമായിരുന്നു, എന്തോ ഒരു സമാധാനമായിരുന്നു. അല്ലാഹുവേ, ആ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഖുർആൻ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക് ഒരിക്കലും മറന്നു പോകരുത് ഓതാൻ. ദുആയിലേക്ക് കടക്കാൻ പോകണി. ഒരുപാട് സമയം നീട്ടിപ്പരത്തി പറഞ്ഞ സമയം കളയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ഒരാൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇന്നത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് ഉത്തരം തരുമാറാകട്ടെ. അപ്പൊ ബദറിന്റെ യുദ്ധത്തിന്റെ തലേ ദിവസം രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പ്രാവശ്യം ചൊല്ലിയ ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ ആമുഖമായി ഞാൻ പറയുന്നു, ആ ദിക്റിനെ നിങ്ങൾ പിന്നെ നിസാരമാക്കാൻ പാടില്ല. ഇതായിരുന്നു, ഇത് നമുക്ക് അറിയാലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ് എന്ന ദിക്ർ. യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ്. ഒരുപാട് ശ്രേഷ്ഠത ആ ദിക്റിനുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ ആ ദിക്റിനുണ്ട്. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ആ ദിക്റുമായിട്ടൊരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. 2 സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം വഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു എന്ന് തുടങ്ങുന്ന ആയത്ത്. അങ്ങനെ അവസാനത്തെ 2 ആയത്ത്. ഈ 2 ആയത്ത് നിരന്തരം ഓതി വരുന്നവരെ സർവ്വ ആപത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും. അവരുടെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം ചെയ്യും. മരണം എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തിനല്ലാതെ അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇത് ആ വിശ്വാസത്തോടു കൂടി നിരന്തരം ഓതണം. ഇച്ചിരി സമയമല്ലേ വേണ്ടിയുള്ളൂ. സഹോദരിമാർ അത് നോട്ട് ചെയ്ത് വെക്കണം. സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്.
الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا മുഹമ്മദ്. കരുണക്കടലായ രാജാതിരാജനായ അല്ലാഹ്, ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾ ഏറെ അനുഭവിക്കുന്നവരാണ് ഈ സദസ്സിലുള്ളത്. അല്ലാഹ്, പടച്ചവരെ കടക്കാരാക്കി ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. മോളെ കെട്ടിക്കാനും വീട് വെക്കാനും മറ്റ് ബന്ധങ്ങൾക്കും വേണ്ടി ഒരുപാട് പണം കടം വാങ്ങി ചെലവഴിച്ചവരാണ് റബ്ബേ ഞങ്ങൾ. അള്ളാഹുവെ, ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല അള്ളാഹു. ഇപ്പൊ കടമില്ലെങ്കിലും ഒരു മാരക രോഗം തന്നാൽ ഞങ്ങൾ കടക്കാരായി പോകും റബ്ബേ. അള്ളാഹു, നീ കാത്തിരക്ഷിക്കണേ അള്ളാഹു. എന്റെ ചെറിയ മകന്റെ വിരലിനിടയിൽപ്പെട്ട് ചതഞ്ഞുപോയി മെഡിക്കൽ കോളേജിൽ സ്റ്റിച്ചിടാൻ കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു വിഷമവും നീ കൊടുക്കല്ലേ ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ പടച്ചവനെ, എല്ലാ ദിവസവും അത് പറയുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് വൈകുന്നേരം യാത്ര തിരിക്കുമ്പോൾ, ദൂരെയാണെങ്കിലും 3-4 ദിവസം ഒരുമിച്ച് യാത്ര പോയി മടങ്ങി വരുന്നതിനിടയിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിന്റെ കട്ടി കുറവാണ് റബ്ബേ. കുടുംബത്തിനോടും മക്കളോടുമുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് ഞങ്ങളുടെ മനസ്സ് പൊട്ടിപ്പോകും പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന അതിന്റെ മജ്‌ലിസുകളിൽ മനക്കട്ടിയോടുകൂടി പറയാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകും അപകടങ്ങളൊന്നും നീ ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ദുരന്തങ്ങളൊന്നും നീ ഞങ്ങൾക്ക് തരല്ല റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളൊന്നും യാത്ര ചെയ്യുന്നവരാണ് പടച്ചവനെ. അപകട മരണങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ നല്ല വാഹനത്തിൽ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി അവസാനം ആംബുലൻസിൽ ചതഞ്ഞരഞ്ഞ മയ്യത്ത് വീട്ടിന്റെ മുമ്പ് കൊണ്ടുവെക്കുന്ന അവസ്ഥ വരുത്തല്ല അള്ളാഹുവെ. ഓരോ ദിവസവും റോഡിന്റെ ഭാഗങ്ങളിൽ പനയോലയിൽ പൊലിഞ്ഞെടുക്കുന്ന മയ്യത്തുകളെ കാണൽ പതിവുണ്ട് റബ്ബേ. അള്ളാഹുവെ, രക്തം ചിന്തിച്ചിതറി മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ദുർഗന്ധ റോഡിൽ നിന്ന് വരുന്നത് കണ്ടിട്ടുണ്ട് വാഹനം ഇടിച്ചു പൊളിഞ്ഞ് തകർന്ന് അള്ളാഹുവെ വെട്ടിക്കീറി ശരീരത്തിന്റെ ശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട് അള്ളാഹുവെ. ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് പടച്ചവരെ. എന്റെ ദീനിന് അവരാവശ്യമാണ് എന്റെ പള്ളിക്ക് അവരാവശ്യമാണ് റബ്ബേ. അപകട മരണങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അള്ളാഹുവെ. വിദേശ രാജ്യത്ത് കഴിയുന്ന പാവപ്പെട്ട പ്രവാസികളെ നീ സഹായിക്കണേ അവർ സാധുക്കളാണ് റബ്ബേ. നീ സംരക്ഷിക്കണേ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹുവെ. വിനീതന്റെ നാടായ NS ബ്ലോക്കിൽ കിടുവിലം UAE സഹകരണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് സാധുക്കൾക്ക് വേണ്ടി ഗൾഫ് രാജ്യത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. തമ്പുരാനെ, അള്ളാഹു അതിനെ വിജയിപ്പിക്കണേ അവിടെ കഴിയുന്ന വിദേശ രാജ്യത്ത് കഴിയുന്ന സഹോദരങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അള്ളാഹുവെ. അവരെ കാത്തിരിക്കുന്ന മക്കളുടെ മുന്നിൽ ദുരന്തത്തിൽപ്പെട്ട് മയ്യത്തായി അവരെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ നീ വരുത്തല്ല അള്ളാഹു. അടുത്ത സമയത്ത് വിനീതന്റെ കുടുംബത്തിൽ ഗൾഫിൽ വെച്ച് 2 പേർ മരണപ്പെട്ടു പോയി. ഖബർ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹുവെ. ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരി മജ്‌ലിസിലുണ്ട് നല്ല ജോലിയാണെങ്കിൽ നല്ല ശമ്പളമാണെങ്കിൽ ഒരു അനർത്ഥങ്ങളുമില്ലെങ്കിൽ ആ യാത്ര നീ എളുപ്പമാക്കി കൊടുക്കണേ അള്ളാഹു. അതൊരു ദുരന്തത്തിലേക്കുള്ള യാത്രയാക്കല്ലേ പടച്ചവനെ. ഒരുപാട് പേര് പട്ടിണി പാവങ്ങളാണ് ഉസ്താദെ, പലിശ നിർത്തിയാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല, ഹറാമ് ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുപോയ ചെറുപ്പക്കാരുണ്ടല്ല. അവരെയൊക്കെ നീ സഹായിക്കണേ കരുണക്കടലായ പ്രത്യേകിച്ച് വള്ളക്കടവിൽ നിന്ന് ഈ ശബ്ദം ശ്രവിക്കാൻ ഇവിടെ വന്ന പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള യുവ സുഹൃത്തുക്കൾ, അള്ളാഹു അവരെ അനുഗ്രഹിക്കണേ ദീനിന്റെ പ്രതീകമായി വളർത്തിക്കൊണ്ടുവരണേ ആ മഹല്ല് റബീഉൽ അവ്വലോടുകൂടി ലഹരി മുക്ത മഹല്ലാക്കി മാറ്റാൻ പോവുകയാണ്. നീ വിജയിപ്പിക്കണേ അള്ളാഹു. ഹറാമിൽ നിന്ന് ആ മഹലിനെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ, ഒറ്റക്കെട്ടായി നീക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ ഓരോ പള്ളികൾക്കും അങ്ങനെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നീ കൊടുക്കണേ അള്ളാഹുവെ. പള്ളിയുടെ സംഘാടകർ പലിശക്കാരായി മാറുന്ന ഒരു അവസ്ഥ വരുത്തല്ല പള്ളിയുടെ പരിപാലന സമിതിയുടെ സഹോദരങ്ങൾ കള്ളുകുടിയന്മാരായി മാറുന്ന ഒരു അവസ്ഥ വരുത്തല്ല ബാറ് നടത്തുന്നവരായ ഒരു അവസ്ഥ വരുത്തല്ല അള്ളാഹുവെ. ഞങ്ങളുടെ മഹല്ലുകളെ നീ ഏകീകരിപ്പിക്കണേ ചിന്ന ഭിന്നമാക്കല്ല തമ്മിലടിപ്പിക്കല്ല അള്ളാഹുവെ. വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാർ സഹോദരിമാർ അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ 7 മണിയായപ്പോൾ തന്നെ വന്നവരാണ്. അവർക്കൊക്കെ നീ ദീർഘായുസ് കൊടുക്കണേ